الحمد لله رب العالمين والصلاة والسلام على رسول رب العالمين وعلى آله وصحبه أجمعين. ഈ വേദിയുടെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമെല്ലാം ഇരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ, ഒരുപാട് നാളത്തെ അധ്വാനങ്ങളുടെ ഫലമാണ് ഇന്ന് എത്രയോ ആളുകൾ ഈ ആളും ഇതിന് മേലെയുള്ള ബാൽക്കണിയും നിറഞ്ഞ് താഴെയുള്ള മറ്റുള്ള സംവിധാനങ്ങളിലേക്ക് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ വേദിയുടെ ഒരു സൃഷ്ടിപ്പിന് കാരണമായി. കുടുംബബന്ധം എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വളരെ മനോഹരമായി നേരത്തെ ഇതിൻ്റെ പ്രസിഡന്റ് കൂടെയായ അദ്ദേഹം സുന്ദരമായി നാടൻ ശൈലിയിൽ വളരെ മനോഹരമായി അദ്ദേഹം ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് തന്നെ നല്ല ഒരു സംസാരം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആധുനിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലത്ത് കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം, മൊബൈൽ ഫോൺ സൈലന്റ് ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വേഗം ഫോൺ സൈലന്റ് ആക്കി വെക്കണം. ഇനി ആരുടെ ഫോൺ കുടുങ്ങി എന്ന് ബെല്ലടിക്കരുത്. ആരുടെ ഫോൺ ബെല്ലടിച്ചാലും അത് പരിപാടിക്ക് 500 രൂപ സംഭാവന കൊടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഞാനൊരു ഇന്ററാക്റ്റീവ് ആയിട്ടാണ് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ആക്കണം, അല്ലാതാണെങ്കിൽ ഇങ്ങനെ ആക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിനനുസരിച്ചിട്ട് വേണം എനിക്ക് ബാക്കി പറയാനായിട്ട്. എൻ്റെ കുടുംബക്കാരും പരിചയമുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വലിയ പോക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടവേളകളിൽ ഉച്ച സമയത്ത് അതുപോലെ മറ്റുള്ള സമയങ്ങളൊക്കെ പരിചയപ്പെടാം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. കാരണം നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് ഒരു പഠന ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ കുറേ വാട്സപ്പും കുറേ ഇൻസ്റ്റാഗ്രാമും കുറേ സ്റ്റാറ്റസുകളും കൂടെ ആയിട്ടിരുന്നാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. മറ്റൊരു കാര്യം, ചെറിയ കുട്ടികളുള്ള ഉമ്മമാര്, ആ കുട്ടികൾ വല്ലാതെ അവർക്ക് കരയാണെങ്കിൽ വല്ല അവിടുന്ന് ആ ജനലിൻ്റെ അതിൻ്റെ അപ്പുറത്ത് കൊടുന്ന് പുറത്തൊക്കെ പോയിട്ട് അവരെ കൊണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരിക. അതായത് ക്ലാസ് സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, കുഞ്ഞ് കരയുന്നത് കൊണ്ട് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റെഡിയല്ലേ? അല്ലേ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഈ സംസാരം കേൾക്കരുത്. ഈ ലേഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം, ലേഡീസ് ഭയങ്കര നിഷ്കളങ്കരാണ്. കുറേ പറയാനുണ്ടോ, എത്ര പറഞ്ഞാലും തീരെയില്ല. രണ്ട് പെണ്ണുങ്ങൾ പണ്ട് ഹജ്ജിന് പോയി 40 ദിവസം ഒന്നിച്ച് ഒരേ റൂമിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ലബൈക്ക് ചൊല്ലും. 40 ഇടയിൽ കുറേ വർത്തമാനം പറഞ്ഞ് അവസാനം ഒരു ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി. എന്നിട്ട് 2 വണ്ടിയിൽ 2 വീട്ടിൽ പോകുന്ന സമയത്ത് ഈ പെണ്ണ് മറ്റേ പെണ്ണിനോട് പറയാം, ബാക്കി നമുക്ക് നാളെ ഫോണിൽ പറയാം. അതായത് ഈ 40 ദിവസം പറഞ്ഞിട്ട് ഇവരുടെ വർത്താനം തീർന്നിട്ടില്ല. ഞാൻ ഒരു തമാശയിലൂടെ കാര്യം പറഞ്ഞതാണ്. അത് കുറേ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ തുറന്ന് സംസാരിക്കുന്നതിലൂടെ കുറേ പ്രോബ്ലംസ് ഇല്ലാതാവുകയും ചെയ്യും. പുതിയ കാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കൺസൾട്ടിങ്, ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് കൺസൾട്ടിങ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു സൈക്കോളജി മേഖലയിൽ ഒരു ചെറിയ സേവനം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കുടുംബ കേസുകളിൽ ധാരാളമായിട്ട് കേസുകൾ വരുന്ന സമയത്ത് ഇവർ പറയുന്ന പ്രശ്നങ്ങളുടെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്, ഒന്ന് കണ്ണിലേക്ക് നോക്കി, ഒന്ന് മുഖത്തേക്ക് നോക്കി, പരസ്പരം ഇയാൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കൽ എവിടെ ഒന്ന് കേൾക്കുന്ന ഒരു സുന്ദരമായ ഒരവസ്ഥ കുടുംബത്തിൽ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സംവിധാനങ്ങൾ വന്നതോടുകൂടെ ഇപ്പോൾ ലൈവ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത മറ്റുള്ള ദൂര രാജ്യങ്ങളിലോ ദൂരപ്രദേശങ്ങളിലോ മറ്റോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതേ സമയം ഈ പരിപാടി അവർക്ക് കാണാം. അതായത് ജനങ്ങൾ തമ്മിലുള്ള ദൂരങ്ങൾ വല്ലാതെ കുറയുകയും പക്ഷെ എന്നാൽ മനസ്സുകൾ തമ്മിൽ വല്ലാതെ അകന്നു പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടെത്തിച്ചത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശരിക്കും ചിന്തിക്കണം. ഞാൻ വളരെ കുറഞ്ഞ നേരം ഒരു പറഞ്ഞ സമയമുണ്ട്, ആ സമയത്താണ് സംസാരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്ക് പ്രാക്ടിക്കലൈസ് ചെയ്യാവുന്ന ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ
ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ മക്കൾ, പഠിക്കുന്ന കുട്ടികൾ, യുവാക്കൾ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, കച്ചവടക്കാർ, എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത്, ഇപ്പോൾ കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നാൽ ഈ ചങ്ങാതിനെ 10 മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടിലുണ്ടാകും. കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പുഞ്ചിരിച്ച്, അതായത് ഞാൻ തമാശക്ക് പറയാറുണ്ട്, ആ പെണ്ണ് കാണാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ നമ്മുടെ ചിരി കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ചിരി എന്നും ഉണ്ടാകും എന്ന് വിചാരിച്ച് പോകുന്നതാണ്. അത് നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ പുഞ്ചിരിക്കൂലേ, ഇങ്ങനെ ആക്ക്, ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ? പെണ്ണ് കാണാൻ പോയപ്പോൾ പുഞ്ചിരിച്ച്. കല്യാണം കഴിഞ്ഞവർ കൈപ്പൊക്ക്, ആണുങ്ങൾ 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 സ്വന്തമായി കല്യാണം കഴിഞ്ഞവരൊക്കെ. അല്ല, സ്വന്തമായി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ കോഴിക്കോട് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ ഓരോ ബാച്ചിന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാച്ചിൽ ക്ലാസ് എടുത്തപ്പോൾ റിലേഷൻഷിപ്പാണ് വിഷയം. അപ്പോൾ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഭാര്യയോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഐ ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടമാണടി എന്ന് പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ സംശയം, ഇത്രയും വിശാലതയുള്ള ആളുകൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദ്യം. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചത് സ്വന്തം ഭാര്യയോടാണോ. അപ്പോൾ തന്നെ പോലെ തൻ്റെ അയൽക്കാരിയെയും സ്നേഹിക്കണം, ഉള്ളത് ഇല്ലാത്ത, അങ്ങനെ കുറേ വിശാലമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശേഷമാണ് ഞാൻ സ്വന്തമായി എന്ന് ആഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് ഒരു പെണ്ണ് കാണാൻ പോകും. ഞാൻ പറഞ്ഞ സത്യം കേട്ടോ, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പെണ്ണ് കാണാൻ പോകും. അപ്പം പെണ്ണ് കാണാൻ പോകുമ്പോൾ ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു ചിരിയാണ് നമ്മൾ ചിരിക്കുക, അല്ലേ? അങ്ങനെയല്ല ചിരിച്ചത്. ആ ചിരിയിൽ വീണവരാണ് ഇവരൊക്കെ. അതായത് ഈ ചിരിയൊക്കെ എന്നുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്നവരാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴല്ലേ സ്വഭാവം മാറിയത്. അത് നിങ്ങൾ വല്ലാതെ ചിരിക്കണ്ട, നിങ്ങൾ ചിരിച്ചപ്പോൾ നമ്മളും തന്നെ വിചാരിച്ചത് ഇതൊക്കെ എന്നുണ്ടാവും നമ്മളും വിചാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അപ്പോൾ പുറത്തു നിന്ന് വരുന്ന സമയത്ത് ഈ ചങ്ങാതി ജോലിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ ഇദ്ദേഹത്തിന് 10 മാസം കൊണ്ട് നടന്ന് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ അടുത്ത് പോയി ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മാൻ്റെ കൈയും കാലൊക്കെ ഒന്ന് തടവി കൊടുത്ത്, ഉമ്മാൻ്റെ നെറ്റിയിൽ ഒരു ചുംബനൊക്കെ കൊടുത്ത്, കൈയൊക്കെ ഒന്ന് പിടിച്ച്, എന്താണ് ഉമ്മ നിങ്ങളെ വർത്തമാനം, ഭക്ഷണമൊക്കെ കഴിച്ചോ, ആ ഒരു ചോദ്യം മതി. യഥാർത്ഥത്തിൽ ജെറിയാട്രിക്സ് എന്ന് പറയുന്നൊരു പഠനശാഖയുണ്ട്, പല ആളുകൾക്കും അറിയുമായിരിക്കും. MSW ഒക്കെ പഠിച്ച ആളുകൾക്ക് പ്രത്യേകിച്ചും അറിയും. ഈ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകളെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനമാണ് ജെറിയാട്രിക്. ഈ ജെറിയാട്രിക്സിൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അതിൻ്റെ സൈക്കോളജി പഠനത്തിൽ പറയുന്നത് പ്രായമുള്ള ആളുകൾക്ക് രോഗം കൂടുവാനുള്ള കാരണം മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന അവഗണനയാണ് എന്നാണ്. അതായത് പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ അത് മൂലക്ക് ഇരുന്നോട്ടെ, വല്യാപ്പാനെ കൊണ്ട് അല്ലെങ്കിൽ വല്യമ്മാനെ കൊണ്ട് എന്നും ഇടങ്ങാറ് തന്നെ, ഓരോ ചുമ വന്നിട്ട് അല്ലെങ്കിൽ മൂത്രമൊഴിച്ചിട്ട് ഇടങ്ങാറാക്കിയിട്ട് മനുഷ്യൻ്റെ നല്ല 1.5 കോടി രൂപേൻ്റെ വീടുണ്ടാക്കിയിട്ട് ആ വീടാകെ മൂത്രമൊഴിച്ച് ഇടങ്ങാറാക്കി വെച്ചു എന്ന രീതിയിലുള്ള നേരിട്ട് പറയണമെന്നൊന്നുമില്ല. അത് ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകും. ആ രീതിയിൽ പെരുമാറ്റം കിട്ടുന്ന പ്രായമുള്ള ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതുപോലെ തന്നെ ബോഡി റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ഇതൊക്കെ വളരെ വേഗം വീക്കാവുകയും ആ ആള് വളരെ പെട്ടെന്ന് രോഗിയാവുകയും ചിലപ്പോൾ കാര്യമായ അവഗണന നേരിട്ടാൽ അന്ന് തന്നെ ആ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടിയും വരും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ പ്രായമുള്ള ഉമ്മ, പ്രായം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ അതുപോലെ തന്നെ വല്യമ്മക്ക് ഉണ്ടെങ്കിൽ അത്. ഇനി കല്യാണം കഴിച്ച ആളാണെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉമ്മാനെ നോക്കുന്നില്ല, ഭാര്യനെ നോക്കുന്നില്ല, എൻ്റെ രക്തത്തിൽ ഉണ്ടായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അതൊന്നും നോക്കാൻ സമയമില്ല. ഞാൻ വേഗം വരുന്നു, ഈ സാധനം എടുക്കുന്നു, ഓപ്പൺ ആക്കുന്നു. പിന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ, അപ്പോൾ വിശപ്പും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ഓരോ ആളുകൾക്ക് ഓരോ അഡിക്ഷൻ ഉണ്ടാവും. ചില ആളുകൾക്ക് ഗെയിം ആയിരിക്കും, അതൊക്കെ സമയം പോലെ കുറച്ചൊക്കെ ഞാൻ പറയും. ചില ആളുകൾക്ക് ഗെയിം അഡിക്ഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് റീൽസ് അഡിക്ഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് ചില സീരീസ് ഓഫ് പ്രോഗ്രാംസിൻ്റെ അഡിക്ഷൻ ആയിരിക്കും, വേറെ ചില ആളുകൾക്ക് സിനിമ അഡിക്ഷൻസ് ഉണ്ടാകും. ഇങ്ങനെ ഓരോ അഡിക്ഷനിൽ പെട്ടിട്ട് അവിടെ ഭാര്യയും വേണ്ട, ഉമ്മയും വേണ്ട, മകളും വേണ്ട, മകനും വേണ്ട, സിബ്ലിങ്സ് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണ്ട, ഒന്നും വേണ്ട.
അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. പുതിയ കാലത്ത് ഒരു പഠനം, കുട്ടികളുടെ സൈക്കോളജിയുടെ മേഖലയിൽ നിന്ന് വന്ന ഒരു പഠനം, ഇത് മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കും. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പ ഉമ്മ മാത്രമല്ല, ഏട്ടത്തി ഏട്ടൻ, ആ ഒരു ഫിഗറിലുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ആ പഠനത്തിൽ പറയുന്നത് പുതിയ കാലത്ത്, അതായത് ഒരു 15 വയസ്സിന് താഴെ 12 വയസ്സിന് താഴെ പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികൾ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുന്നു എന്നാണ്. വല്ലാത്തൊരു പ്രയോഗമാണത്. സൈക്കോളജിയുടെ ഒരു പഠനത്തിൽ വന്നതാണ് ഈ അടുത്ത്. സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടൊരു കഥ. ആ കഥയിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു ടീച്ചർ, ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു കടലാസിൽ എഴുതിയിട്ട് എനിക്ക് തരണം. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതാവാൻ, ഇപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു, അതും കൂടെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് തരണം. അങ്ങനെ എല്ലാ കുട്ടികളും എഴുതി. ടീച്ചർ ഇങ്ങനെ വായിച്ചു. അപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും IAS ജില്ലാ കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥനും അങ്ങനെ പലതും കുട്ടികൾ എഴുതി വെച്ചു. പക്ഷെ ഒരു കുട്ടി മാത്രം എഴുതി വെച്ചിരിക്കുന്നു, എനിക്ക് TV ആവണം, എനിക്ക് ടെലിവിഷൻ ആയാൽ മതി. എന്നിട്ട് അതിൻ്റെ കാരണം, ആ കാരണമാണ് അതിൻ്റെ പ്രസക്തമായ ഭാഗം. എൻ്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നോക്കുന്ന ഒരേ ഒരു വസ്തു TV ആണ്. TVയുടെ മുമ്പിൽ ബാപ്പ, പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, ഏട്ടത്തി, അനിയത്തി എല്ലാവരും ഒന്നിച്ച് TV നോക്കും. അപ്പൊ ഞാൻ TV ആയിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും നോട്ടം, എല്ലാവരുടെയും പരിഗണന, മണിക്കൂറുകൾ എനിക്ക് കിട്ടുമല്ലോ. അല്ലാതെ എനിക്ക് പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് TV ആയാലും കുഴപ്പമില്ല, എനിക്ക് ആ പരിഗണന കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഈ ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതി. അപ്പോൾ ടീച്ചർക്ക് ഇത് വായിച്ച്, പ്രത്യേകിച്ച് ആ ടീച്ചർ ആ കുട്ടിയുടെ പേര് നോക്കിയപ്പോൾ പ്രത്യേകിച്ചും സങ്കടമായി. അങ്ങനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറുടെ തന്നെ കുട്ടി എഴുതി വെച്ചതാണിത്. സ്വന്തം കുട്ടിയാണ് എഴുതി വെച്ചത്. അപ്പോൾ ഈ വിഷയം ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ഉദ്യോഗസ്ഥനാണ്. ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, നമ്മളെ കുട്ടീന്ന് ആദ്യം പറഞ്ഞില്ല, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴും ഈ ഹസ്ബൻഡ് പറയാണ്, നീ വേഗം ആ രക്ഷിതാക്കളെ വിവരം അറിയിക്കണം, ആ രക്ഷിതാക്കൾ എന്തൊരു പണിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ പറയാനുള്ള ഒക്കെ ടീച്ചറാണല്ലോ, ബുദ്ധി ഉണ്ടാവുമല്ലോ. എല്ലാം കേട്ട് നിന്നിട്ട് അവസാനം പറഞ്ഞു, അത് വേറെ ആരുമില്ല, ഞാനും നിങ്ങളുമാണെന്ന് പറഞ്ഞു. അതായത് അവസാനത്തെ പോയിന്റ് എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്നുള്ള ചിന്ത പോലും വരുന്നില്ല. നമ്മളൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ്, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ആത്മീയമായ പ്രഭാഷണങ്ങൾ, മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് യാതൊരു കുറവും കേരളത്തിലില്ല. അത് കേൾക്കാത്ത കുറവ് നമുക്കില്ല. എന്തുകൊണ്ടാണ് മാറാത്തത്? ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അത് ചെറിയൊരു ഉദാഹരണം, നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു കണക്റ്റിംഗ് ഫാക്ടറുടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡെർമറ്റോളജിൻ്റെ ഡോക്ടർ വന്നിട്ട്, ഈ തൊലിയുടെ വിദഗ്ധനായ ഒരു ഡോക്ടർ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഇട്ടിട്ട് അതാരാ, ഞാനല്ലേ? മാഷാഅല്ലാഹ്. അപ്പോൾ ഡെർമറ്റോളജിയുടെ ഒരു ഡോക്ടർ സ്ക്രീനിൽ ഒരു പ്രത്യേക അടയാളങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഒരു അടയാളം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ നാളെ അത് വെള്ളപ്പാണ്ടായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മെല്ലെ, നമ്മുടെ കയ്യിൽ അടയാളം ഉണ്ടെങ്കിൽ പഠിച്ചോനെ ഇപ്പം മൂപ്പരാ പറഞ്ഞത് ഇതെങ്ങാനും ആവൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കൂലേ ഇങ്ങനെ ആക്ക്, ഏതെങ്കിലും ഒന്ന് ആക്ക്, നോക്കും. ഇനി വേറെ ഡോക്ടർ, ഒരു കാർഡിയോളജിൻ്റെ ഡോക്ടർ വന്നിട്ട്, ഹൃദ്രോഗത്തിൻ്റെ ആൾ വന്നിട്ട് പറയാണ്, ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇടനെഞ്ചിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രത്യേകമായ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കംപ്ലൈൻറ്റ് തുടങ്ങാൻ. അപ്പോഴും നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും കഴിഞ്ഞ ദിവസം ഒരു വേദന ഉണ്ടായിരുന്നു, അത് പിതങ്ങാനും ആവോ എന്ന് എന്നെ ആ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യും. ആണോ അല്ലേ? ഞാൻ പറ അല്ലേ? ആണ്. എന്നാൽ ശ്രദ്ധിച്ചോ, മതപരമായ നമ്മുടെ മഹല്ലിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഉള്ള എന്തോ ഒരു പരിപാടിയിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് ഒരു പ്രഭാഷണം നിർവഹിക്കാന്ന് കൂട്ടിക്കോ. ആ പ്രഭാഷണം നിർവഹിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ പറയാണ്, ചില ആളുകളുണ്ട് അഹങ്കാരമുള്ള ആളുകളുടെ 4 അക്ഷരം പറയുമ്പോൾ ഒരിക്കലും ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മൂത്താപ്പാനെ, എൻ്റെ ഏട്ടനെ, എൻ്റെ അയൽവാസിനെ, എൻ്റെ അമ്മോസൻ കാക്കാനെ, എൻ്റെ അമ്മായിമ്മാനെ, എൻ്റെ മൂത്തച്ഛനെ, എൻ്റെ ഇളച്ചിനെ, എൻ്റെ നാത്തൂനെ, അതായത് ഞാനല്ലാത്ത ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സാധനം നമുക്ക് വർക്ക് ചെയ്യാത്തത്. അതായത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഇല്ലാതായി പോയിരിക്കുന്നു. സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് പകരം
മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്ന വളരെ ഒരു മോശപ്പെട്ടൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അമ്മായിമ്മ മരുമോള് അമ്മായിമ്മനെ, അതേപോലെ ഓരോ ആളുകളും ഓരോ ആളുകളെയാണ് വിചാരണ ചെയ്യുന്നത്. ആ വിചാരണ ചെയ്യുന്ന ഒരു സിസ്റ്റം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സെൽഫായിട്ടുള്ള ഡെവലപ്മെന്റിന് സാധ്യതയില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഇങ്ങനെ ഒരു കുട്ടി ഒരു ക്ലാസ്സിലുണ്ട് എന്ന് പറയുമ്പോഴും ആ ടീച്ചറുടെ ഭർത്താവ്, ആ കുട്ടിയുടെ പിതാവായ ആള് ശ്രദ്ധിക്കുന്നില്ല. ഞാനും എൻ്റെ കുട്ടിയോട് ഇപ്പം എങ്ങനെയാണ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല, അത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാവില്ലേ, നമ്മുടെ വീട് അങ്ങനെയാണെന്ന് മനസ്സിലാവില്ലേ, ആ ചിന്ത പോലും വരുന്നില്ല. അവിടെ മുതലാണ് നമ്മുടെ അപകടങ്ങൾ അല്ലെങ്കിൽ അപജയങ്ങൾ തുടങ്ങുന്നത്. അതായത് സ്വന്തമായി ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന, ഒരു സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന എന്നൊക്കെ പറയുന്ന രീതിയിൽ കുട്ടികൾ മാറുകയാണ്. അപ്പം എന്തായി സംഭവം എന്തായി? ബാപ്പാൻ്റെ കൂടെ ഉമ്മാൻ്റെ കൂടെ കളി, ചിരി, തമാശ, അങ്ങനെ ബഹളങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകൾ വല്ലാതെ കുറയുന്നു. ഇത് കുറയുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഉല്ലാസം വേണം. ആ ഉല്ലാസം ഈ രീതിയിൽ കിട്ടാതെ വരുന്ന സമയത്ത് അവർ മൊബൈലിനെ ആശ്രയിക്കും, അവർ ടാബിനെ ആശ്രയിക്കും. ഇതിൻ്റെ അപകടങ്ങൾ എത്ര പറഞ്ഞാലും തീരൂല, അത്രമാത്രം അപകടങ്ങൾ ഈ സാധനവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാവുന്നത്. ലോകാരോഗ്യ സംഘടന കുറച്ച് മുമ്പ് ഒരു വലിയ പഠനം നടത്തി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവർ ലോകാരോഗ്യ സംഘടന എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ഹെൽത്തും പരിഗണിക്കുന്ന വലിയ ഒരു ഡിപ്പാർട്ട്മെൻ്റാണത്. അവർ ചില രാജ്യങ്ങളിൽ, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള ഓഷ്യാനിക് കൺട്രീസ്, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരു വലിയ പഠനം അവർ നടത്തി. ആ പഠനം അവർ നടത്തിയത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ്. ഇപ്പോൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാളാണ്, അത് അധ്യാപകന്മാർക്കാണെങ്കിൽ അവർക്കൊക്കെ ഭയം മനസ്സിലാവും. ലേണിംഗ് ഡിസബിലിറ്റി ഇഷ്യൂസ്, അതായത് കുട്ടികളിൽ പഠന പിന്നാക്ക പ്രശ്നങ്ങൾ പുതിയ തലമുറയിൽ വല്ലാതെ കൂടുന്നു. ഞാൻ കൺസൾട്ടിങ്ങിന് തുടങ്ങുന്ന 2010, 2011, 12 കാലഘട്ടങ്ങളിൽ ഒരു കുട്ടി പഠനത്തിൽ പിന്നാക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസൾട്ടിങ്ങിന് വന്നാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടിരുന്ന കാര്യം, ആ കുട്ടിക്ക് മടിയാണ്, ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ ഇങ്ങനെയുള്ള കൺസൾട്ടിങ്ങിന് വന്നാൽ അവർ നമ്മളോട് പറയും, സാറേ പഠിക്കാൻ താല്പര്യമുണ്ട്, പഠിക്കാൻ അറിയുകയും ചെയ്യാം, പക്ഷേ പഠിക്കാൻ ഇരുന്നിട്ട് കഴിയുന്നില്ല. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസ്റ്റ്ലെസ്നെസ്. മലയാളത്തിൽ പറഞ്ഞ ഒരു നിക്കപ്പുറതി ഇല്ലായ്മ. അതായത് അടങ്ങിയിരുന്ന് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഇവരെ കൊണ്ട്, പുതിയ തലമുറയിലെ കുട്ടികളെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട? ഇത് എവിടുന്ന് വന്നത് ഞാൻ പറയാം, ഇത് എവിടുന്ന് വന്നത് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. ഇതിന് സൊല്യൂഷൻ നമ്മളെടുത്തുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ഇത് ശരിക്കും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ്. എവിടെയാണ് നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അപാര ബുദ്ധിയുള്ളവരാ, നല്ല ബുദ്ധിയുള്ളവരാ, ഇന്ത്യക്കാർ നല്ല ബുദ്ധിയുള്ളവരാ. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് മൈക്രോസോഫ്റ്റിന്റെ മുതലാളിയായ ബിൽ ഗേറ്റ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാർക്ക് കുറേ ജോലി കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ, അത് കുറച്ച് ഒഴിവാക്കിയിട്ട് അമേരിക്കക്കാർക്ക് കൂടുതൽ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യക്കാരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ മുതലാളി പറഞ്ഞത്, അതെ, ഇന്ത്യക്കാരെ നമ്മുടെ കമ്പനിയിൽ ഒഴിവാക്കിയാൽ അവർ വേറെ മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അത്രമാത്രം കപ്പാസിറ്റി ഉള്ളവരാ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ കേരളത്തിൽ നല്ല സാക്ഷരരാണ് നമ്മൾ. പിന്നെ വേറൊരു പോയിന്റ് ഉണ്ട് അതിൽ, അഹങ്കാരം ഉണ്ടാക്കുന്ന സാക്ഷരതയെക്കാളും നല്ലത് ഞാനൊന്നും അല്ല എന്ന ചിന്ത ഉണ്ടാക്കുന്ന നിരക്ഷരതയാണ്. പുതിയ കാലത്ത് വിദ്യാഭ്യാസം കൂടിയതാണ് പല അഹങ്കാരങ്ങൾക്കും കാരണം. അഹങ്കാരം ഉണ്ടാക്കുന്നതാണ് സാക്ഷരതയെങ്കിൽ അതല്ല നല്ലത്, നിരക്ഷരതയാണ് നല്ലത്. ഉമ്മി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്കൊന്നും അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, അത് നമുക്ക് അളക്കാൻ കഴിയില്ല എന്നതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉമ്മി എന്നുള്ള പ്രയോഗമാണ്, എപ്പോൾ പറയുന്നില്ല, വേദി അല്ലാത്തതുകൊണ്ട് അത് മനസ്സിലാവില്ല. നമ്മൾ സാധാരണ പറയുന്നത് എഴുതാനും വായിക്കാൻ അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹിക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഗുരുവായിട്ടില്ല. ജിബ്രീൽ പോലും റസൂലുള്ളാഹിന്റെ ഗുരു അല്ല, ജിബ്രീൽ ഖാദിമുഹു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾക്ക് എവിടെ നിന്നാണ് നമ്മുടെ മക്കൾക്ക് ഈ ഒരു അസുഖം പിടികൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ ഓരോ ഒരു കൺസൾട്ടിങ്ങിന് വരുമ്പോഴേ ഭയങ്കര രസത്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല, ലോകാരോഗ്യ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞ പഠനത്തിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും കൊടുക്കാൻ പാടില്ല എന്നാണ്. ഒരു ഡിവൈസും, ഫോൺ മാത്രമല്ല, ഫോണ്, ടാബ്, ഗെയിം പ്ലെയർ, എന്തൊക്കെയുണ്ടോ ഒരു ഡിവൈസും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. ഇനി കൊടുക്കൽ നിർബന്ധമാണെങ്കിലോ വിരോധമൊന്നുമില്ല, ഒരു സൈക്കാട്രിക് ഡോക്ടറെ തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടുവച്ചാൽ മതി. നമുക്കൊരു 5-8-10 വയസ്സാകുമ്പോഴത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഡോക്ടറെ ഞാനൊരു 4 കൊല്ലം കഴിഞ്ഞിട്ട് വരും, ഇപ്പം തന്നെ ബുക്കിംഗ് എടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നടക്കില്ല.
അപ്പം ഞാൻ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു ഡിവൈസും കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മ ചോദിക്കുകയാണ്, അല്ല അപ്പം അങ്ങനെ കുഞ്ഞിനെങ്ങനെ ഭക്ഷണം എങ്ങനെ കൊടുക്കുക? ഈ തള്ള ഒന്നും വിചാരിക്കരുത്, ഈ തള്ള കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് മൊബൈൽ കൈ കൊടുത്തിട്ടാണെന്ന്. ഞാൻ ആ കുറ്റം പറയല്ല, അറിയാത്തത് കൊണ്ട് സംഭവിച്ചു പോകണത്. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കും. കാരണം എന്താ, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ കാർട്ടൂണ് പോകും, അല്ലെങ്കിൽ ഗെയിം വീഡിയോ പോകും. അപ്പോൾ വീഡിയോ പോകരുത്. വീഡിയോ ഈസ് സംതിങ് എൻജോയബിൾ. എൻജോയ് ചെയ്യുന്നൊരു സാധനം ഇത്, അത് പോകാൻ പാടില്ല. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ ഭക്ഷണമല്ല, ഭക്ഷണം വയറ് നിറഞ്ഞാലും പിന്നെയും ഇവിടെ ഇതിൻ്റെ അറ്റം വരെ നമ്മുടെ ഫുഡ് പൈപ്പിൻ്റെ തുടക്കം അവിടെ ഫുള്ളാക്കിയിട്ട് ഭക്ഷണം കഴിക്കും. കാരണം ഈ സാധനം ഉണ്ട്, ഇതില്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. ഇത് ഉമ്മമാർ അറിയാതെ, ഞാൻ കുറ്റപ്പെടുത്താനല്ല, അറിയാതെ നിങ്ങളുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഗാഡ്ജറ്റ് അഡിക്ഷനിലേക്ക് നമ്മൾ നയിച്ചതിൻ്റെ ഉദാഹരണമാണ് ഞാനീ പറയുന്നത്. ചില ഉപ്പമാർ അതേപോലെ ചെയ്യുന്നുണ്ട്. ഉപ്പമാരെങ്ങനെ ചെയ്യും, എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനതൊക്കെ പറയുന്നത്. കാരണം ഞാൻ എല്ലാ ആഴ്ചയിലും കുറേ കേസ് കാണുന്നൊരു പാവപ്പെട്ട ഒരാളാണ്. പണ്ട് ഞാൻ കുറേ ദിവസം കൺസൾട്ടിങ് ചെയ്തു, ഇപ്പോൾ ചുരുക്കി വേറെ കുറേ തിരക്കുള്ളതുകൊണ്ട് 4 ദിവസം കൺസൾട്ട് ചെയ്യും. എത്രയോ നല്ല ബുദ്ധിയുള്ള, എവിടെയൊക്കെയോ എത്തേണ്ട നല്ല നമ്മുടെ മക്കൾ ഈ സാധനത്തിന് അഡിക്റ്റായിട്ട് ഒന്നുമല്ലാതെ മാനസിക രോഗത്തിൻ്റെ, അതായത് സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒന്നിനും പറ്റാത്ത ഒരു ജീവച്ഛവമായി മാറുന്ന, കോഴ്സ് പോലും ഡ്രോപ്പ് ഔട്ടാണ്. ബിടെക്കോ എംടെക്കോ ഓരോ കോഴ്സ് എടുത്തിട്ട് അത് ഫുള്ള് ഡ്രോപ്പ് ഔട്ട്. കഴിവില്ലാത്തതുകൊണ്ടല്ല, ഈ സാധനം കൊണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പഠനം നടന്നിരുന്നു. കേരളത്തിൽ ഏത് ജില്ലയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്, അത് തന്നെ ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ എന്നറിയാൻ വേണ്ടി ഒരു പഠനം നടത്തി. അതിലവർ മാനദണ്ഡമാക്കിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കേരളത്തിൽ നടന്ന സംസ്ഥാന പരീക്ഷകൾ, അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷകൾ, അത് വിവിധ ബോർഡുകളുടെ മൊത്തം പരീക്ഷ എടുത്ത് അതിലൊക്കെ കൂടുതൽ റാങ്ക് കിട്ടിയത്, അതെല്ലാം വെച്ചിട്ട് വലിയ പഠനം അവർ നടത്തി. എന്നിട്ട് അവർ കണ്ടെത്തിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾക്കാണ് എന്നാണ്. രണ്ടാമതായിട്ട്, കൈയടിക്കണ്ട, അതിൽ നമ്മൾ പെട്ടോ നമുക്കറിയില്ല, ബാക്കിയോട് പറയട്ടെ. അല്ല, പഠനത്തിൽ അങ്ങനെ പറയുന്നത് പെൺകുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് അപ്പാര ബുദ്ധിയുള്ള കുട്ടികളാ, നല്ല കഴിവുണ്ട്. നിങ്ങൾ ചരിത്രത്തിൽ ഉദാഹരണമുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ. ഇവിടെ ഇങ്ങനെ വിശാലമായി പോകുന്നത്, ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് ശരിക്കും പഠിച്ചു നോക്കൂ. അത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹ ആണുങ്ങൾക്കിടയിലൊക്കെ പരസ്യമായി ഇറങ്ങി നടന്ന് അങ്ങനെ ബിസിനസ് നടത്തിയിരുന്നു എന്ന് ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യയെ, അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. മാണിക്യമലരായ പൂവി എന്നൊരു പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് നമ്മളൊക്കെ ഭയങ്കര ഈമാനികമായ വൈകാരികത ഉണ്ടായി നമുക്ക്. കാരണം ആ പാട്ട് സിനിമയിൽ പാടി, അത് ഭയങ്കര പ്രശ്നം തന്നെയല്ലേ? സിനിമയിൽ പാടാൻ പറ്റുമോ? അതല്ല രസോ. മാണിക്യമലരായ പൂവി എന്നുള്ള പാട്ട് സിനിമയിൽ പാടിയപ്പോൾ കുറേ മുത്തുമുഗ്മിനീങ്ങളായ ആളുകളുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടു. ഇതിന്റെ കോമഡി എന്താണെന്നറിയോ? മാണിക്യമലരായ ആ പാട്ട് സിനിമയിൽ പാടി, അതിന് മുഗ്മിനീങ്ങളായ ആൾക്കാരെ ഒരു സിനിമ കാണൂലല്ലോ, പിന്നെ അവന് വികാരം വ്രണപ്പെടൂലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവ കണ്ടവരെ മുഗ്മിനെ യഥാർത്ഥ വികാരം ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവർ റസൂൽ പറഞ്ഞ കേൾക്കൂലേ? എൻ്റെ പോയിന്റ് മനസ്സിലായി ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ഇസ്ലാമിക വികാരം ഉള്ള ഒരാളെ സിനിമ കാണാൻ പോവില്ല, അവനത് കാണുമില്ല. അപ്പൊ കണ്ടവനോ മുസ്ലിം എന്നുള്ള പേരിൽ അല്ല തന്ന വായു, ശ്വാസം, കണ്ണ്, കൈ, കാല്, മൂക്ക് ഒക്കെ റബ്ബ് തന്നത്, അതുപയോഗിച്ചിട്ട് റബ്ബിനെതിരെ ചെയ്ത് ജീവിക്കുക. അവന് മുസ്ലിം എന്ന് പറയില്ല, പേര് കൊണ്ട് വേണേ മുസ്ലിം എന്ന് പറയാം. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം തസ്ലീം ചെയ്തവൻ എന്നാണ്. എങ്ങനെ? ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഞാൻ എന്നെ പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ഹനീഫൻ, ചാഞ്ചാട്ടമില്ലാത്തവനായി. മുസ്ലിമൻ, പരിപൂർണ സമർപ്പണത്തിൽ. വമാനമിനൽ മുശ്രിക്കീൻ. പിന്നെ ശേഷം പറയുന്നു, അതാണ് മർമ്മം, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി. ഇന്ന സ്വലാത്തി വ നുസുക്കി, എൻ്റെ നിസ്കാരം, വ നുസുക്കി എൻ്റെ അധ്വാനങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ വ മഹ്യായ വ മമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം റബ്ബിനുള്ളതാകുന്നു. ഇത് പറയുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ റബ്ബിന് സമർപ്പിക്കാൻ പറ്റിയതാണോ? നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരവും കിബറും അതേപോലെ ഇതിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ ആക്കാൻ പറ്റൂല. ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു എന്നൊരു വലിയ പോയിന്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾ മാത്രമല്ല എല്ലാവരും പെട്ടുപോയിരിക്കുകയാണ്.
അപ്പോൾ അവിടെ നിന്നൊരു തിരിച്ചുവരവ് നമ്മുടെ ഈ ചെറിയ സംഗമങ്ങൾ, ഈ ഒരു ദിവസത്തെ ഒരു സംഗമം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുകയാണെങ്കിൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടികളെ ഈ സാധനം വല്ലാതെ ബാധിക്കുന്നു എന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ആ പഠനത്തിലൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രവർത്തനം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതായത് ഇതിൽ ഗെയിം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ ആ പഠനത്തിൽ പറയുന്നത് കഴിവുണ്ട്. മലപ്പുറം ജില്ലയിലുള്ള പെൺകുട്ടികളാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനത്ത് അവർ കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിലെ പെൺകുട്ടികളാണ്. 3-ാം സ്ഥാനം അവർ കണ്ടെത്തിയത് എറണാകുളം ജില്ലയിലെ ആൺകുട്ടികളാണ്. അപ്പോൾ അത്രമാത്രം ബുദ്ധി നമുക്കുണ്ട്. പക്ഷെ ആ ബുദ്ധി നമുക്ക് പുതിയ സമൂഹത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല. അത് കാരണം ഇവർ കളിച്ച് എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു സയന്റിഫിക് പോയിന്റ് പറയാം, ശ്രദ്ധിച്ചാൽ വേഗം മനസ്സിലാവും. നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരല്ലേ, പെട്ടെന്ന് മനസ്സിലാവും. അതായത് കുട്ടികൾ ഗെയിം ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഗെയിം കളിക്കാനാണ്, അല്ലേ? ഇങ്ങനെ വേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും അല്ലേ? ഒന്നുകിൽ ഗെയിം കളിക്കാനാണ്, അല്ലെങ്കിൽ വീഡിയോസ് റീൽസ് കാണാൻ, അല്ലെങ്കിൽ പിന്നെന്താ കാർട്ടൂൺ. ചെറിയ കുട്ടികളാണെങ്കിൽ കാർട്ടൂൺ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ, അല്ലേ? ഈ പറഞ്ഞ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം മൂവിങ് സ്ക്രീനാണ്, അല്ലേ? മൂവിങ് സ്ക്രീൻ അല്ലേ, സ്റ്റില്ലല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീനല്ലേ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ? ഒരു കുട്ടി സ്ഥിരമായി മൂവിങ് സ്ക്രീൻ കുറേ കണ്ടാൽ ആ കുട്ടിക്ക് മൂവിങ് ഉള്ള സാധനം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്ന ഒരവസ്ഥയിൽ ആ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ആംബിയൻസ് സെറ്റാവും. മൂവിങ് അല്ലാത്ത ഒരു കാര്യം ആ കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. മൂവിങ് അല്ലാത്ത കാര്യം, അവൻ്റെ നോട്ട് ബുക്ക് അത് മൂവിങ് അല്ല, അവൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ടീച്ചർ ബോർഡിൽ എഴുതുന്ന കാര്യം അത് മൂവിങ് അല്ല. അപ്പോൾ അവന് അതിങ്ങനെ ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം നേരിടും. കാരണം അവൻ്റെ ആംബിയൻസ്, നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്ത മൊബൈലിലൂടെ അവൻ്റെ ബ്രെയിൻ്റെ ആംബിയൻസ് ഒക്കെ മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ എന്താ ചെയ്യുകയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ പലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ പരിഹാരമുണ്ട്? ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ ഒരു പരിഹാരം പറഞ്ഞുതരാം. അല്ലാത്തവരാണെങ്കിൽ സ്നേഹത്തോട് കൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചില സദസ്യരൊക്കെ കാണും, ഉമ്മയും മോനോ അല്ലെ മോളൊക്കെ അടുത്തിരിക്കുമ്പോൾ അങ്ങനെ തോണ്ടും. കേട്ടോ എന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ, കേട്ടോ അങ്ങനെ തോണ്ടിയിട്ടൊന്നും കാര്യമില്ലത്. അത് എന്താ പറയുക, ഒരു തീരുമാനം വേണം നമുക്ക്. ഇനിയിപ്പോൾ ഈ ക്ലാസ് കേട്ടു, ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. ഇത് നാളെ മറ്റന്നാൾ നിങ്ങൾ മറന്നുപോയാൽ ഒരു കാര്യമില്ല. ഇതുകൊണ്ട് ഇതൊരു തീരുമാനമായിട്ട് രണ്ടുപേരിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുന്നത്തേടത്തിൽ ഇത് രണ്ടും ഒരു കുടുംബം തന്നെ, കുന്നത്തേടത്തിൽ അല്ലേ? അപ്പം നിങ്ങൾ കെ എന്ന് പറ, കെ കുന്നത്തേടത്തിൽ 4-5 ഏരിയയിലുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ സംഗമിക്കുന്നത്. കുറേ ദൂരപ്രദേശങ്ങൾ, വയനാടോ തൂരോ അല്ലേ, ഇവിടൊക്കെയുള്ള ആൾക്കാർ പിന്നെയും ഉണ്ട് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടു. അറിയാം, ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബം ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഞാൻ അങ്ങനെ പഠിച്ചൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ കുറേ വീടുകൾ K1 എന്തൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കുറേ വീടുകളുടെ ഫോട്ടോ അങ്ങനെ അടിപൊളി. അതിലൊരു പഴയ ഒരു ഇല്ലം പോലെ ഒരു വീട് കണ്ടു. അത് ആരുടെ വീടാണോ? ആരുടെ വീടാ? നിങ്ങളെ വീടാ? അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഭയങ്കര ആംബിയൻസ്, പഴയ തറവാടാകുമ്പോഴേ. അതെവിടെ സ്ഥലം? ഇവിടെ തന്നെ അല്ലേ? അത് പഴയ ആ ഒരു നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ കുട്ടികൾ ഈ സാധനം കണ്ട് ഇവരുടെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അല്ലാത്തവരെ നമുക്ക് ഘട്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ കുട്ടി, അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഈ സാധനം കിട്ടാതെ ഭക്ഷണം കഴിക്കില്ല. അല്ലെങ്കിൽ അടങ്ങിയിരിക്കണമെങ്കിൽ മൊബൈൽ കിട്ടണം. ഇത് മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബക്കാരെ, ചെറിയ വിഷയമല്ലത്. നിങ്ങൾക്ക് തോന്നുന്നു അത് മൊബൈലല്ല, അല്ല. നിങ്ങൾ കുട്ടികളുടെ കരിയർ മൊത്തം ഫ്ലോപ്പായിട്ട് എന്താ പറയുക, തകർത്ത് തരിപ്പണമാക്കി കൈ തരും. പകച്ച പണ്ടാരടങ്ങി പോകുന്നൊക്കെ പറയില്ല, അതേപോലെ നിങ്ങളെ കൈ തരും ഈ സാധനം. നിങ്ങളെ മക്കളെ, നല്ല കഴിവുള്ളവരാ നിങ്ങളെ മക്കൾ നല്ല കുട്ടികളാ. നമ്മളൊക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ, നിങ്ങളെ മക്കൾക്കാണോ ബുദ്ധി കൂടുതൽ? പറ മക്കൾക്കല്ലേ? ആ പക്വത ഒക്കെ ഉണ്ടാവുക നമുക്കാണ്. കാരണം പ്രായത്തിൻ്റെതായ പക്വത, അനുഭവ സമ്പത്തൊക്കെ ഉണ്ടാവുക നമുക്കാണ്. പക്ഷെ ബുദ്ധി കൂടുതൽ ആർക്കാ? മക്കൾക്കാ. ലാ തുഖല്ലിഖു അഖ്ലാഖകും ഔലാദകും ഫഇന്നഹു ലിഗൈരി സമനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പണ്ടത്തെ കാര്യം കുട്ടികളെ പഠിപ്പിക്കേണ്ട, അവർ നെക്സ്റ്റ് ജനറേഷൻ്റെ ആൾക്കാരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ലിഗൈരി സമനിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരു കാലഘട്ടത്തിലെ ആൾക്കാരാണ്, അനദർ ജനറേഷനാണ് അവരെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കുറച്ച് അപ്രോച്ചിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്.
ഈ ചില കുട്ടികൾ ഈ മൊബൈലിൽ പറഞ്ഞല്ലോ, അഡിക്ഷൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സൊല്യൂഷനിൽ പെട്ട ഒരു സൊല്യൂഷൻ എന്താണെന്നറിയോ? എന്തിനാണ് കുട്ടികൾ ഈ സാധനം നോക്കുന്നത്? ശ്രദ്ധിച്ചാൽ മതി. ഇതെന്തിനാണ് നോക്കുന്നത്? ഒരു രസം കിട്ടാൻ അല്ലേ? ഒരു രസം, ഒരു തമാശ, ഒരു ഉല്ലാസം, ഒരു ആസ്വാദനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം മൊബൈലിലൂടെ അല്ലാത്ത രീതിയിൽ ആസ്വാദനം കൊടുത്താൽ പോരെ? അതിന് നമുക്ക് സമയമില്ല, കാരണം എല്ലാവരും മൊബൈലിലാണ്. ഈ അടുത്തുണ്ടായ ഇത് ചിരിക്കണോ വേണ്ടത് കരയണോ വേണ്ടത് എനിക്ക് അറിയാത്തൊരു സംഭവം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ഫീലിംഗ് പറിച്ചൊക്കെ ചെയ്തോ? എൻ്റെ അടുത്ത് ഒരു 16-17 വയസ്സുള്ള ഒരു മോനെ കൊണ്ട് ഒരു വാപ്പ വന്നു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലം ഒരു കേസുണ്ട് ഞാൻ പറയാറില്ല, അങ്ങനെ പറയാൻ പാടില്ല. 16-17 മാക്സിമം 18 വയസ്സ് പ്രായമുണ്ട്. ഒരു മോനെ കൊണ്ടുവന്നു. ഈ മോന് മൊബൈലിന് ഭയങ്കര അഡിക്ഷനാണ്, ഇതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് ബാപ്പ വന്നത്. ഞാൻ കുറ്റം പറയില്ല, ഒരു വസ്തുത പറയാട്ടോ. അങ്ങനെ ഞാൻ ബാപ്പ ആദ്യം ആമുഖ പ്രഭാഷണം നടത്തി, അതായത് മോനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറയുമല്ലോ, അത് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ മോനോട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോഴാണ് കോമഡി. ഈ മോനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, ബാപ്പ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടുക. അപ്പം ഞാൻ ചോദിച്ചു, ഇതിലിപ്പോൾ ആർക്കാണ് കൗൺസിലിംഗ് വേണ്ടത്? ഇവന് മൊബൈലിന് അഡിക്ഷനാണെന്ന് പറഞ്ഞിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നിട്ട് അവൻ്റെ കാര്യം പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ബാപ്പ നല്ല തന്താന്ന് പറയണ്ടേ? ഒന്നും വിചാരിക്കരുത്, ഇല്ല നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആ സമയത്ത് തന്തല്ലേ. ബാപ്പ എന്നുള്ളത് സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഒരു പ്രത്യേകമായ ആ ഒരു വാക്കാ. ഉമ്മ എന്ന് പറഞ്ഞാലും അങ്ങനത്തെ. അതുകൊണ്ട് ഞാൻ നേരത്തെ തള്ളാന്ന് പറഞ്ഞത്. അത് ആ സമയത്ത് ആ പെണ്ണിനെ ഉമ്മ എന്ന് പറയാൻ പറ്റില്ല, അത് തള്ളത്തരം എന്ന് അതിന് പറയാം. കോഴിത്തരം എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? ഓരോ സ്വഭാവത്തിന് ഓരോ പേരാ. ആ 5 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളെടുത്ത് വെറുതെ ഞാൻ എന്താ ചെയ്യുന്നത്, പനി അർജന്റ് എന്തെങ്കിലും അല്ല, വെറുതെ വാട്സപ്പ് കൊണ്ടാ ഞാൻ നിർത്തി വെച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല നമ്മളിപ്പോൾ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാണ് കൗൺസിലിങ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, പിന്നെ എവിടുന്നായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞയാൾ. നന്നായിക്കോട്ടെ, അസ്സലാമു അലൈക്കും, അവിടെ വെച്ചാളി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ നേരിട്ട് കാണുകയാണ് വിഷയം. എന്നിട്ട് കുട്ടികൾ എങ്ങനെ ശരിയായി കിട്ടാനാ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ മക്കളാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ കുട്ടികളൊരു ആനന്ദത്തിന് ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ ഈ മേഖലയിൽ ഇറങ്ങിയ സമയത്ത് മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിരുന്ന ഈ സൗണ്ടിൻ്റെ ആളാരാ പുറത്തു കൊണ്ടുവന്ന എന്തായാലും നല്ല അടിപൊളി സൗണ്ട്, അത് പറയാനാ, വേറെ ഒന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആണത്. സാധാരണ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡെങ്ങറ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടില്ല. ആരാണെങ്കിലും വളരെ ഉഷാറായിട്ടുണ്ട്, ആ ആൾക്കാരോട് സന്തോഷം അറിയിക്കുന്നു. അല്ല, അത് പ്രത്യേകം പറയണം. നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാകുമ്പോൾ അത് മാത്രം പറയാൻ പാടില്ല. ഈ തെറ്റുണ്ടെങ്കിൽ തന്നെ പരസ്യമായിട്ട് പറയാനും പാടില്ല. വളരെ ഞാൻ എവിടെ ഒന്ന് ഇങ്ങനെ ആൾക്കാർ നല്ല സൗണ്ട്, മാഷാ അല്ലാഹ്. അതേപോലെ അഡ്രസ്സ് വാങ്ങിക്കണം, കാരണം അതേപോലെ ഞാൻ ഇവിടുത്തെ 2ാമത്തെ പ്രാവശ്യം പരിപാടിക്ക് വരുന്നത്, ഇവിടെ നേരത്തെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ പരിപാടി ഉണ്ടാകും, അവരെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയാം. അതിൻ്റെ ആൾക്കാർ നമ്പർ ഉണ്ടെങ്കിൽ വേണം. ആവശ്യം തമാശ പറഞ്ഞാൽ ആവശ്യം കാര്യമായിട്ട് പറഞ്ഞാൽ എന്തൊക്കെ പണ്ട് സുകുമാറായിക്കോട് തൃശ്ശൂർ ടൗൺ ഹാളിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഈ ചങ്ങാതി വന്നിട്ട് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ ശരിയാക്കി, കുറേ ശരിയാക്കി. അപ്പോൾ ലാസ്റ്റ് സുകുമാറായിക്കോട് പറഞ്ഞു, എടാ മതിയടാ, ഇവരുടെയൊക്കെ വിചാരം ഇവർ മൈക്ക് ശരിയായതുകൊണ്ടാണ് ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ്, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. തമാശ പറഞ്ഞപ്പോൾ ഭയങ്കര തമാശക്കാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ ഒറ്റ ഉദാഹരണം കൂടി പറയാം, എന്നിട്ടും കൂടി മറുപടി പറയാം. ചില ഉമ്മമാരിനോട് പറയും, സാറേ ഞങ്ങളുടെ വീട്ടിൽ സിനിമ കാണാറില്ല, ഞങ്ങളുടെ വീട്ടിൽ മാണിക്യ മലരായ പൂവിനെ ഫുള്ളാക്കിയിട്ടില്ല. ഞാൻ പറയാം, ഇടയ്ക്ക് പറയും, ഞങ്ങളുടെ വീട്ടിൽ സിനിമ കാണാറില്ല, പക്ഷേ ഞങ്ങളുടെ കുട്ടി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് സിനിമയുടെ ഉദാഹരണമാണ് കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് സിനിമ കാണുന്നു, ഇതൊന്നും അവനൊന്ന് ഉപദേശിച്ച് നന്നാക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, പറ്റില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഒരു ഉമ്മ പറഞ്ഞ എന്നോട്, ഉമ്മ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, നമ്മളവിടെ ഇരിക്കാം, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കുട്ടി എന്തിനാണ് അപ്പുറത്തെ വീട്ടിലേക്ക് സിനിമ കാണാൻ പോകുന്നത്? സിനിമ കാണുമ്പോൾ ഒരു രസം, ഒരു ഹരം, ഒരു സന്തോഷം, ഒരു ഉല്ലാസം, ഒരു ആവേശം അല്ലേ? അത് ഹലാലായ ആനന്ദം വീട്ടിലില്ലാത്തത് കൊണ്ടല്ലേ ഹറാമായ ആനന്ദം തേടി കുട്ടി അപ്പുറത്തേക്ക് പോകുന്നത്? മനസ്സിലാവേണ്ട പറയുന്നത്. മക്കളെ, വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകമായൊരു ആംബിയൻസ് ആയിരിക്കണം. ഇപ്പോഴും ഉണ്ട്, പുതിയ തലമുറയിലെ കുട്ടികളുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലെ മാതാപിതാക്കൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഉപ്പമാരൊക്കെ കളിയും ചിരി, യാത്രയും പുറത്തു പോകലും, അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ വേറെ രസമുണ്ട്. നാളൊരു പെണ്ണ് പറഞ്ഞു, ഞാനൊരു കേസ്, ഒരു കൺസൾട്ടിങ് കേസ് ഉണ്ട്, നിങ്ങൾ 2 ദിവസത്തെ യാത്ര പോകണമെന്ന് പറഞ്ഞു. ഈ പെണ്ണും തിരിച്ചു വന്നിട്ട് പറയാം, സാറേ വേണ്ടിയിരുന്നില്ല സാറേ, പോകണ്ടായിരുന്നു. എന്ത്? യാത്ര തുടങ്ങിയ ഫോൺ കോളാണ്. തിരിച്ചു വരുന്നവരെ ഇയാൾ ഫുൾ ഫോണിലാണ്. ആകെ യാത്ര പോകാൻ പറഞ്ഞത് ഈ പെണ്ണിൻ്റെ കൂടെ തുറന്നിരുന്ന് സംസാരിച്ച് തോളിലൊക്കെ ഒന്ന് കൈയിട്ട് ഒന്ന് മടിയിലൊക്കെ ഒന്ന് തലയൊക്കെ ഒന്ന് വെച്ചൊന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആകെ യാത്ര പോകാൻ പറഞ്ഞത്. ഇയാൾ ഒരു കച്ചവടക്കാരൻ, ഇയാൾ ആ 2 ലോഡ് അങ്ങോട്ട് 3 ലോഡ് കോയമ്പത്തൂർക്ക് ആകെ ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും നല്ലത് യാത്ര പോകാതിരിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മളെല്ലാവരും ഹലാലായ ആനന്ദങ്ങൾ വീട്ടിൽ കിട്ടണം. ഇതിൽ ഞാനൊരു വെറുതെ ചോദിക്കട്ടെ, ഒന്നും വിചാരിക്കണ്ട. കുട്ടികളെ
പുറത്തൊക്കെ വെച്ചിട്ട് കുതിരക്കളി അല്ലെങ്കിൽ ആനക്കളിയൊക്കെ കളിക്കുന്നവരെന്ന് കൈപൊക്കി. സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കാണും, കൈപൊക്ക് വേഗം കൈപൊക്ക്. ആണ് പെണ്ണൊക്കെ കുട്ടികളെ പുറത്തൊക്കെ വെച്ചിട്ട് ആനക്കളി കുതിരക്കളിയൊക്കെ കളിക്കുന്നവർ ഉണ്ടോ? ആൾക്കാർ കുറവാ. അതെന്താ ഇല്ലാത്തത്? അല്ല, വേറെ കളി കളിക്കുന്നുണ്ടോ? ആ കളി മാത്രമല്ല, ഏത് കളിയും പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയും സമയമില്ലാത്തതുകൊണ്ടാണെന്ന്, അല്ലേ? സമയമില്ല. ഒരു ചോദ്യം ഉണ്ട്, എല്ലാവരുള്ള സദസ്സായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇതിനൊന്നും സമയമില്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണേ, അതെന്നെ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ? ഇതിനൊന്നും സമയം, ഇതിന് വേണ്ടി ചെലവഴിക്കാൻ സമയം നൽകി പിന്നെ അത് നിൽക്കണമായിരുന്നോന്ന്. അത് അത്ര പബ്ലിക്കിൽ പറയാൻ പറ്റുള്ളൂ. അതിലപ്പുറം എങ്കിലും വിശദീകരിച്ചെങ്കിലും മനസ്സിലായിക്കോളാം. ബുദ്ധിയുള്ളവരല്ല നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പുതിയ തലമുറയിലെ കുട്ടികൾ ഗാഡ്ജറ്റ് അഡിക്ഷൻ വരാനുള്ള പ്രധാന കാരണം നമ്മളാണ്. നമ്മൾ പറഞ്ഞ ഞാനും നിങ്ങളും പാവങ്ങളാണ് നമ്മുടെ കുട്ടികൾ ചെയ്ത കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ ശേഷം പറയാൻ പോവാണ്. മാതാപിതാക്കൾ, നമുക്ക് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോരുത്. എല്ലാം കൊണ്ടും കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ. അവരെവിടെയെങ്കിലുമൊക്കെ എത്തിക്കാണണം. എഞ്ചിനീയറോ ഡോക്ടറോ ഇനി IAS കാരനോ അല്ല IPS കാരനോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ഹാഫിളീങ്ങളോ ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ നമുക്ക് കിട്ടണം. അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹലാലായ ആനന്ദങ്ങൾ, കളികൾ, ചിരികൾ, തമാശകൾ എല്ലാം വീട്ടിലുണ്ടായാൽ മതി. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗാഡ്ജറ്റിന് അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം, അവർക്ക് പുതിയ എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഈ മൊബൈലിൽ നിന്ന് അവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ സഹായിക്കുന്ന പുതിയ എന്തെങ്കിലും ടോയ് വാങ്ങിച്ചു കൊടുക്കുക. ആ ടോയിൽ അവരുടെ ശ്രദ്ധ അങ്ങോട്ട് ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ഈ സാധനം എല്ലാം എടുത്തു വെക്കണം. ഒന്നും കൊടുക്കാതെ ഇത് വലിച്ച് ഊരരുത്. കാരണം ഒരു ചെറിയ കുട്ടികൾ 100% ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വലിച്ചു ഊരി കഴിഞ്ഞാൽ 100% അവർ നിസ്സഹായരാകും. അപ്പോൾ 100% അവർക്ക് സങ്കടം വരും, 100% അവർ കരയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഊരുന്നതിന് മുമ്പ് വേറെ സാധനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ കുട്ടികൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനായിട്ട്. അതിനൊക്കെ മാതാപിതാക്കൾക്ക് സമയം കിട്ടണം. മാതാപിതാക്കൾ വാപ്പൻ്റെ അടുത്തേക്ക് കുട്ടികൾ വരുന്ന സമയത്ത് ഓടി വന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മടിയിലേക്ക് ചാടിക്കയറി കുത്തിമറിഞ്ഞ് എന്താ പറയുക, കുതിരക്കളി കളിച്ച് ആനക്കളി കളിച്ച് അങ്ങനെയുള്ള പല കളികളും കളിക്കാൻ നമുക്ക് സമയം കിട്ടണം. ലോകത്തിൽ ഒരു നേതാവ് അങ്ങനെ ചെയ്തത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതൃക അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന ഇടയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ 2 പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 പേരെയും പുറത്തിങ്ങനെ വെച്ചിട്ട് കുതിരക്കളി കളിക്കുന്നത് ചരിത്രത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെയല്ല, എല്ലാ ലോകത്തിൻ്റെ നേതാവായിരുന്നു, പണ്ഡിതരായിരുന്നു, സർവ്വസൈന്യാധിപരായിരുന്നു, രാജ്യത്തിൻ്റെ നേതൃത്വമായിരുന്നു, ഭരണകർത്താവായിരുന്നു, എല്ലാ തിരക്കുള്ള ആളായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരക്കുട്ടികളെയും തോളിൽ വെച്ച് പുറത്ത് വെച്ച് കുതിരക്കളി കളിക്കുക. അപ്പോൾ ഒരു പേരക്കുട്ടി പറഞ്ഞു, കുതിരയാണെങ്കിൽ കൊമ്പുണ്ടാവുമല്ലോ, ഇവിടെ കൊമ്പില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മെല്ലെ മിടി പിടിച്ചു കൊടുത്തിട്ട് അതാ കൊമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അവിടെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ചു കളി. അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു, ഈ ഭാഗത്ത് കൊമ്പില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മുടി പിടിച്ചു കൊടുത്തു. അപ്പോൾ ഈ പേരക്കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുതിരയാണെങ്കിൽ അതിന് സൗണ്ടൊക്കെ ഉണ്ടാവും, ഈ കുതിരയ്ക്ക് സൗണ്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. വല്യപ്പാനോടാണ് ഈ പറയുന്നത്, ലോകത്തിൻ്റെ നേതാവിനോട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സൗണ്ട് ഉണ്ടാക്കി ആ കുട്ടികളെ ആശ്വസിപ്പിച്ച് ആനന്ദിപ്പിച്ചു എന്നാണ് ചരിത്രം. നമുക്കവിടെ ഫീഹി ഉസ്വത്തുൻ ഹസന എന്ന് വെറുതെ പറയാനുള്ളതല്ലോ, നമുക്ക് കൊണ്ടുവരാനുള്ളതല്ല മക്കളെ. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാരിക്കും വല്ലാതെ ഇഷ്ടപ്പെടും ആ പ്രസിഡന്റിൻ്റെ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. കുറേ നല്ല മൂല്യങ്ങൾ നിങ്ങൾ പരിചയമുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കാതെ പോരുത്. നല്ല കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് വിലയുള്ളത്? നമുക്ക് എന്ത് വിലയാണ് ഉള്ളത്? ഇപ്പോൾ മലക്കൽ മൗത്ത് വന്നാൽ ഇപ്പോൾ പോകേണ്ടി വരും. ചില പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖകളൊക്കെ ഉണ്ട്. NDE, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചില പഠനശാഖകളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഒരു പഠനം അവർ പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ആ മരണത്തിൻ്റെ അടുത്ത് വരെ രോഗം കൊണ്ടോ ആക്സിഡൻറ്റ് കൊണ്ടോ ഒക്കെ മരിക്കുന്ന ഉറപ്പായി, പക്ഷെ മരിച്ചില്ല. അത്ഭുതകരമായി, അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയാണ്, അള്ളാഹ്ക്ക് എന്ത് അത്ഭുതം, അത്ഭുതകരമായി തിരിച്ചു വന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ചുള്ള പഠനത്തിൽ അവർ പറയുന്നത്, മരണത്തിൻ്റെ തൊട്ടടുത്തെത്തിയ നിമിഷത്തിൽ നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നു എന്നാണ് ഈ ആളുകൾ ചോദിച്ചത്. ആ ആൾക്കാരോട് അവർ പറയാണ്, ഞങ്ങൾ വല്ലാത്ത നഷ്ടബോധത്തിലായിരുന്നു. ഉമ്മാക്ക് വേണ്ടത്ര സ്നേഹം കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾക്ക് ഭാര്യയുടെ കൂടെ വേണ്ടത്ര സമയം ചെലവഴിക്കാതെ ഞാൻ മരിച്ചു പോവുകയാണല്ലോ, ഭർത്താവിൻ്റെ ഒരു നല്ല ഭാര്യയാവാൻ കഴിയാതെ ഞാനിതാ മരിച്ചു പോവുകയാണല്ലോ, മക്കളുടെ കൂടെ പാട്ടുപാടിയും തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും കൊഞ്ചിച്ചും ഒരു നല്ല ഉമ്മയാവാൻ കഴിയാതെയാണല്ലോ ഞാൻ മരിച്ചു പോകുന്നത് എന്ന സങ്കടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഒരാളും പറഞ്ഞില്ല അപ്പുറത്ത് ഒരു ഷോപ്പും കൂടെ തുടങ്ങിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല.
ഞങ്ങളുടെ പീജിൻ്റെ 2ാം കൊല്ലത്തെ പരീക്ഷ അടുത്ത മാസം നടക്കാൻ പോവാ, പീജിൻ്റെ പരീക്ഷയും കൂടെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോവുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു എന്നാണ്. ഇവിടെ ഒരു കാര്യം അടിവരായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ഈ ബന്ധങ്ങൾ തകരാനുള്ള അടിസ്ഥാനപരമായ കാരണം ഈഗോ ആണ്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, സമയമില്ല. ഈഗോ എന്ന് പറയുന്നത് അഹങ്കാരം, കിബിർ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഞാൻ ഒരു ചെറിയ സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് എന്താണ് അതിനുള്ളത്? അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? അതായത് അടുത്ത സെക്കൻഡിൽ, അടുത്ത ആഴ്ച, അടുത്ത ദിവസം നിലനിൽക്കുമെന്ന് പറയാനുള്ള എന്ത് നമ്മുടെ കയ്യിലുണ്ട്? ഒരു സംഭവമില്ല. ആരോഗ്യം, ഒരു ആക്സിഡന്റ് വന്നാൽ കഴിഞ്ഞില്ലേ. സൗന്ദര്യം, ഒരു ആക്സിഡന്റിൽ കഴിഞ്ഞു. സമ്പത്ത്, ഒരു ബിസിനസ് ലോസ് ഉണ്ടായ കഴിഞ്ഞു. തറവാട്, ചില ആൾക്കാർക്ക് തറവാട് നിലനിൽക്കൂല. ഇതുവരെ തറവാടിന് നല്ല പേരായിരുന്നു. ഒരുത്തന്നെ ഒരു പെൺകുട്ടിന് ആവശ്യമില്ലാത്ത വൃത്തികേട് ചെയ്ത് പത്രത്തിലൊക്കെ ഫോട്ടോ വന്നാൽ പിന്നെ ആ തറവാടിന്റെ പേര് കേട്ട് അടിയിട്ടു. മനസ്സിലായില്ലേ? നിൽക്കൂല അത്. പിന്നെ എന്താ നിൽക്കുക? അറിവ് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലാങ്കായി പോകാം. ഒരു കാര്യവും അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുന്ന ഉറപ്പിച്ച് പറയാൻ നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇതെവിടെ നിന്നാണ് ഈ സാധനം കയറി വരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മറന്നതാണെന്ന് വിചാരിക്കണം. മനഃപൂർവ്വം ചില സൈക്കോളജി ക്ലാസ്സുകൾ എന്ന പേരിൽ എനിക്കൊരാൾ കഴിഞ്ഞ ദിവസം, ഒരാളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, വേറെ ഒരാളുടെ ഒരു വീഡിയോ അയച്ചു. എന്നിട്ട് അയാൾ പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു പോയിന്റ് പറയുന്ന ഒരാൾ, നിങ്ങളെ ഒരാൾ അവഗണിച്ചാൽ അതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾ അയാളെ അവഗണിക്കാൻ പഠിക്കണമെന്ന്. ഇത് എന്ത് ദീനാ? അത് ദീനല്ലത്. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് എന്ന് ഖുർആനിൽ പഠിച്ച ആൾക്കാരെ നമ്മൾ, അത് ആ കൺസെപ്റ്റിന് എതിരാണ് പറഞ്ഞത്. സൈക്കോളജി എന്ന പേരിൽ ഓരോരുത്തർക്ക് തോന്നുന്ന ആശയങ്ങൾ എന്തൊക്കെയോ പറയുകയാണ് ചില ആൾക്കാർ. സൈക്കോളജിയുടെ ആധികാരികർ ചിലപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ദീനെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. ദീനതല്ല. ഒറ്റ കഥ പറഞ്ഞു വേണമെങ്കിൽ, ഒറ്റ കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരാളായിരുന്നു ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ പാടേണ്ട ഈ കഥയില്ലേ. ഹിന്ദ് എന്താ ചെയ്തത് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദ്യമായി നടന്ന ബദർ യുദ്ധത്തിന്റെ മുമ്പ് ചെറിയ സരിയകളൊക്കെ നടന്നിട്ടുണ്ട്. ബദർ യുദ്ധം പ്രധാനപ്പെട്ട ഒന്നാമത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ള നിർണായകമായ ആളുകളെ വധിക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തത് അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ആൾ ഹംസ റളിയല്ലാഹു അൻഹു. വളരെ പ്രധാനപ്പെട്ട 2-3 ആൾക്കാരെ ഹംസ അലി റളിയല്ലാഹു അൻഹു ചേർന്ന പക വരുത്തി ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ. അതിൻ്റെ എല്ലാ പകയും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉഹദ് എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് വരുമ്പോൾ വഹ്ഷിന്റെ പരിചയത്തിലുള്ള ഒരാൾ, ആ ആളുടെ അടിമയായിരുന്നു ഹിന്ദിന്റെ പരിചയത്തിലുള്ള ഒരാൾ, ആ ആളുടെ അടിമയായിരുന്നു വഹ്ഷി റളിയല്ലാഹു അൻഹു. ഈ വഹ്ഷിക്ക് റസൂലുള്ളാഹിനോട് പ്രത്യേക ദേഷ്യം ഉണ്ടായത് കൊണ്ടല്ല ഉഹദിൽ പങ്കെടുത്തത്. വഹ്ഷിക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു ഒരു ദേഷ്യമില്ല. വഹ്ഷിന്റെ യജമാനർ പറഞ്ഞു യുദ്ധം ചെയ്യണം. അടിമയായിരുന്നു വഹ്ഷി. അപ്പോൾ വഹ്ഷിനോട് പറഞ്ഞു യുദ്ധം ചെയ്യണം. ആയിക്കോട്ടെ, ഞാൻ വന്നോളാം. വഹ്ഷിക്ക് ഉഹദ് യുദ്ധത്തിൽ ഒറ്റ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഹംസ റളിയല്ലാഹു അൻഹു. കാരണം അത്ര ദേഷ്യമായിരുന്നു. ഹംസ റസൂലുള്ളാഹിന്റെ എളാപ്പയാണത്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക, ആ ഒരൊറ്റ ടാർഗറ്റ്, ഒരൊറ്റ അസൈൻമെന്റ് ആയിരുന്നു വഹ്ഷിക്ക് ഉഹദിൽ ഉണ്ടായിരുന്നത്. വഹ്ഷിന്റെ പ്രത്യേകത കുന്തം കൊണ്ട് എത്ര ദൂരത്തു നിന്നാണെങ്കിലും കറക്റ്റ് കുന്തം എറിഞ്ഞിട്ട് ആളെ കൊല്ലാൻ കഴിയും. വഹ്ഷി കുന്തം കൊണ്ട് എറിഞ്ഞാൽ ആ കുന്തം ഇവിടുന്ന് തുളച്ച് അപ്പുറത്ത് കൂടെ വരും. ഹംസ റളിയല്ലാഹു അങ്ങനെ തന്നെ വധിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മൂത്താപ്പ, നമ്മുടെ എളാപ്പ വന്നിട്ട് എടാ മോനെ ഈ പേടിക്കണ്ടടാ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടടാ എന്ന് പറയുന്നൊരു വല്ലാത്തൊരു തണല. എളാപ്പ, മൂത്താപ്പ, അമ്മാവൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ നിന്ന ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ഷി അതിക്രൂരമായി എന്ന് പറയുന്ന രീതിയിൽ വകവരുത്തി. ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ, അവരാണ് അതിന് പ്രചോദനം കൊടുത്തത്. ആ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടൽമാല പുറത്തേക്കെടുത്ത് കഴുത്തിലണിഞ്ഞ് ഡാൻസ് കളിച്ചു. മുഹമ്മദ് ഒന്ന് സങ്കടപ്പെടട്ടെ, പ്രയാസപ്പെടട്ടെ. അത്രമാത്രം റസൂലിനെ വിഷമിപ്പിച്ച, ഏറ്റവും പ്രിയപ്പെട്ട ഹംസത്തോരെ കൊല്ലാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത, പണം ഓഫർ ചെയ്ത, മോചിപ്പിക്കാമെന്ന് ഓഫർ ചെയ്ത ആളാണ് ഹിന്ദ്. ഇനി ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. ഈ ഹിന്ദ് മക്കം ഫതഹ് നടക്കുകയാണ്, മക്ക റസൂലുള്ളാഹിക്ക് കീഴടങ്ങാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പല ആളുകളുമുണ്ട്. അതിൽ ഒരാളായിരുന്നു ഹിന്ദ്. വലിയൊരു പാടുണ്ട് ഈ കഥയിൽ. ഹിന്ദ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളാണ്. ആ പേടിക്കുന്ന സമയത്ത് ഹിന്ദ് അർദ്ധരാത്രി സമയത്ത് മക്ക റസൂലുള്ളാഹിക്ക് കീഴടങ്ങി.
മുസ്ലിങ്ങൾ അവിടെ വന്നു, മക്ക കീഴടങ്ങി. ഹിന്ദിന് വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? മുസ്ലിം പട്ടാളക്കാർ തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് കൊന്നു കളയുമോ എന്ന പേടിയിൽ വീട്ടിൽ കിടക്കാൻ ഹിന്ദിന് പറ്റുന്നില്ല. ഹിന്ദ് എത്ര ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം വീട്ടിൽ കിടക്കുന്നത് അപകടമാണ്, തന്നെ പിടിച്ചു കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്കാം എന്ന ഭീതിയിൽ ഹിന്ദ് അർദ്ധരാത്രി സമയത്ത് മെല്ലെ പുറത്തിറങ്ങി കഅബയുടെ ആ ഭാഗത്തേക്ക് മെല്ലെ ചെന്ന് നോക്കുകയാണ്. അവിടെ മുഹമ്മദ് നബിയും സ്വഹാബത്തും തനിക്കെതിരെ വല്ല ആജ്ഞകളും പുറപ്പെടുവിക്കുന്നുണ്ടോ, തന്നെ പിടികൂടാനോ കൊല്ലാനോ ഉള്ള വല്ല പദ്ധതികളുമുണ്ടോ എന്നറിയാൻ വേണ്ടി ഹിന്ദ് ആ അർദ്ധരാത്രി സമയത്ത് ഹിന്ദ് എന്ന ആ സ്ത്രീ കഅബയുടെ ആ ഭാഗത്തേക്ക് മെല്ലെ ചെന്ന് നോക്കുന്ന സമയത്ത് മെല്ലെ ആരും അറിയാതിരിക്കാൻ വേണ്ടി മെല്ലെ പതുങ്ങി അങ്ങനെ ചെന്ന് കഅബയുടെ അടുത്ത് ഒരാൾ മാത്രമുണ്ട്. അത് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർദ്ധരാത്രി സമയത്ത്, അപ്പോൾ അർദ്ധരാത്രി സമയത്ത് റസൂലുള്ളാഹി കഅബയുടെ അടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തി അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക. റസൂല് എന്താണ് റസൂല് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഹിന്ദ് മെല്ലെ അടുത്തേക്ക് പോകാവുന്ന അത്രയും അടുത്തേക്ക് ചെന്നിട്ട് മെല്ലെ കാതുറപ്പിച്ചു ഹിന്ദ്. എന്താണ് പ്രവാചകർ ദ്വാരക്കുന്നത്? ആ സമയത്ത് പ്രവാചകർ ദ്വാരക്കുന്നത് എന്താ അറിയോ? പടച്ചവനെ, ഹിന്ദിന് ഹിദായത്ത് കൊടുക്കണേ റബ്ബേ, ഹിന്ദിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ റബ്ബേ എന്നാണ്. ഇതാണ് മക്കളെ ദീൻ എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ കൺസെപ്റ്റ് മനസ്സിലായോ? അത്ര അടങ്ങേറിയാക്കി ആ ആളെ ദീനിലേക്ക് കൊണ്ടുവരണേ പടച്ചവനെ, വിജയം കൊടുക്കണേ റബ്ബേ. അതാണ് യഥാർത്ഥ ദീന്. അല്ലെങ്കിൽ പിന്നെ വൽ ആഫീന അലിന്നാസ് എന്നതിന് അതിൻ്റെ ആ ഒരു പൊരുളെന്താ? നേരത്തെ ഇവിടെ സംസാരിച്ച പ്രസിഡന്റ് പറഞ്ഞു, ഒരാൾ ഇങ്ങോട്ട് തെറ്റിയാൽ, കുടുംബത്തിലൊക്കെ തെറ്റാ, കല്യാണം പറഞ്ഞില്ല, ലാസ്റ്റാണ് പറഞ്ഞത്, മുമ്പ് പറഞ്ഞില്ല, എനിക്ക് പ്രധാനപ്പെട്ട കസേരയിൽ സീറ്റ് കിട്ടിയില്ല. എന്ത് കസേര? അവസാനം ഒരു വണ്ടിയിൽ അങ്ങ് എല്ലാവരും കൊണ്ടുപോവാ. ഏത് വണ്ടി? ബെൻസോ. ബെൻസിന്റെ എംബ്ലുള്ള മൈത്തുകെട്ടിലെ കൊണ്ടുപോവാ. എല്ലാവരും ഇങ്ങോട്ട് ഒരു ഡ്രസ്സോ നിങ്ങളെ ആഭരണങ്ങളോ നിങ്ങളെ സൗന്ദര്യം അന്ന് പുട്ടിയിടാനൊന്നും പറ്റൂലെന്ന് അതാ പറഞ്ഞു. പെൺകുട്ടിയോടെ പറഞ്ഞു പുട്ടിയിടാൻ പറ്റൂലെന്ന്. ഒരു തമാശ കേട്ടു, അടുത്ത് ഉള്ളതാണോ എനിക്കറിയില്ല. ഒരാളുടെ ഭാര്യ മരിച്ചു. അപ്പം മയ്യത്ത് എന്താ അതിൻ്റെ പേര്, മയ്യത്ത് ഇങ്ങനെ മൊത്തം പൂട്ടിയിട്ട് അവസാനം കെട്ടുമല്ലോ, ആ കെട്ടൊക്കെ കെട്ടി. അവസാനം ഭർത്താവ് പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യനെ ഒന്നുകൂടെ കാണണം. അപ്പോൾ എല്ലാവരും വിചാരിച്ചു പാവം സങ്കടത്തോടു കൂടെ. അപ്പം മുഖം ഇങ്ങനെ അയച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു മുഖമല്ല കൈയാണ് കാണേണ്ടത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ മൊബൈലിൻ്റെ ലോക്ക് തുറക്കാനാണ്. മനസ്സിലായില്ല? മൊബൈലിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇല്ലേ, അത് തുറക്കാനാണ്. എന്നിട്ട് ലോക്ക് മാറ്റിയല്ല. ഞാൻ മൊബൈൽ തമാശയാണ്, ഉള്ളതാണ് എനിക്കറിയില്ല. നമ്മൾ അവിടെയൊക്കെ എത്തിയിട്ടുള്ളൂ. നമുക്ക് എന്താ ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ ഈ കോട്ടൊക്കെ സഹോദരങ്ങൾ വെറുതെ ഇട്ടതാണ്. ഒരു പരിപാടിക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത വേണ്ടത് വിചാരിച്ചിട്ടത്. ഞാൻ വലിയ ആളായിട്ട് ഇട്ടതല്ലത്. അള്ളാഹു കാണുന്നുണ്ട്. ഞാൻ ഈ പരിപാടി എന്നല്ല, ഞാൻ ഏത് പരിപാടിക്ക് പോവുകയാണെങ്കിലും അള്ളാഹിനോട് നന്നായി ദ്വാരക്കും. പടച്ചവനെ, ഞാൻ പോകുന്ന സദസ്സിലുള്ളവർ എന്നെക്കാളും നിന്റെ അടുത്ത് നല്ലവരായിരിക്കും. പടച്ചവനെ, യോഗ്യത ഉണ്ടായിട്ട് അവരെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പോവുക അല്ല ഞാൻ. അങ്ങനെ ആ ചിന്തയിൽ ഞാനൊരു വലിയ ആളായിട്ട് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നാൽ അള്ളാഹ് എന്നോട് നാളെ ചോദിക്കുക, എടാ ആ സദസ്സിൽ എത്ര നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഈ വലിയ ആളായിട്ട് ഇങ്ങനെ ഉപദേശ കമ്മിറ്റിൻ്റെ ചെയർമാനായിട്ട് ഇങ്ങനെ വന്നത് എന്തിനാ? അത് ചോദിക്കുക അള്ളാഹ് എന്നോട്. എനിക്ക് പേടിയില്ല വിഷയത്തിൽ. ഞാൻ അള്ളാഹിനോട് ഓർക്കും. ഈ ചിലപ്പോൾ ചില പരിപാടികൾ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് 100 ചൊല്ലും, 101. എന്തിനാണെന്നറിയോ? ഇവിടെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ. ഞാൻ ഹക്കാട് പറയുന്നത് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ 101 അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ പറയും. അതെന്തിനാ? യോഗ്യത ഇല്ലാതെയാണ് പടച്ചവനെ സംസാരിച്ചത്. പിന്നെ നമ്മുടെ മേഖല ഇതായതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് സംസാരിച്ചു. ഇവിടെ സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞോ, ഇവിടെ ഒരു പെൺകുട്ടിനെ അവിടെ നിന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ ഭൗതികമായിട്ട് കേൾക്കുമ്പോൾ ഒരു കുളിരാണ്. ആ പെൺകുട്ടി കുടുംബത്തിലുള്ളതാ? അല്ല, ആ പെൺകുട്ടിനെ ഡ്യൂട്ടി നിർവഹിച്ചതാ. അതേപോലെ ഒരാൾ മലയാളത്തിലും പറഞ്ഞു, ഭയങ്കര സംഭവമായിട്ടുള്ള ഡോക്ടർ. എന്ത് അബ്ദുള്ളയാണ് ഞാൻ, നിങ്ങളെല്ലാവരും അബ്ദുള്ള. മനസ്സിലായോ പറഞ്ഞത്? അള്ളാന്റെ അടിമ. അതിനപ്പുറത്തൊരു അഡ്രസ് ഇല്ല, വേണ്ട. ഡോ എന്നുള്ളത് ഡോക്ടർ എന്നുള്ള ചുരുക്കി ഡോ എന്ന് ഡോ, അത് പിന്നാലെ വഴിയിൽ നിന്ന് കിട്ടിയതാ. മരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വന്നാൽ എന്താ ചോദിക്കുക? ഡോക്ടർ മുഹ്സിൻ സാറിനെ എപ്പോഴാണ് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുക എന്നാ ചോദിക്കുക. അതല്ല മയ്യത്തിലേക്ക് എപ്പോഴാണ് എന്താ ചോദിക്കുക? മരിച്ച ഒറ്റ പേരാ. അവിടെ ഡോക്ടറും സയന്റിസ്റ്റും എഞ്ചിനീയറും മുതലാളിയും കച്ചവടക്കാരനും ആരുമില്ല. ഒറ്റ വണ്ടി വരും. ഞാൻ എന്തിനാ പറഞ്ഞു തരോ? ഈ ചിന്ത വേണം നമുക്കപ്പം. നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുള്ളവരുണ്ടാവും, സമ്പത്ത് കുറഞ്ഞവരുണ്ടാവും, സൗന്ദര്യം ഭയങ്കര ബോഡി, ജിമ്മിനൊക്കെ പോകാം, അതൊന്നും ഇസ്ലാമിൽ തെറ്റില്ല, ജിമ്മിന് പോകാം. പക്ഷെ മനസ്സിൽ എന്തുണ്ടാവരുത്? ഞാൻ ഭയങ്കര മസിൽ പവർ ഉണ്ടാക്കിയിട്ട് ആളുടെ മുമ്പിൽ സംഭവമായി കാണണം എന്നുള്ള ചിന്തയിൽ ജിമ്മിൽ പോയാൽ ആ ജിമ്മ് നിങ്ങൾക്ക് കിബിറുണ്ടാക്കി തരും.
അല്ല, പടച്ചവൻ തന്ന ആരോഗ്യം നിലനിർത്തണം, അതിനുവേണ്ടി എനിക്ക് എക്സസൈസ് ചെയ്യണം, നിസ്കരിക്കാൻ ആരോഗ്യം കിട്ടണം. ആ നിലക്കാണ് നിങ്ങൾ ജിമ്മിന് പോകുന്നെങ്കിൽ നിങ്ങൾ ഓരോ സെക്കൻഡും ഇബാദത്താണ്. അത്ര പവറായതിന്. കാരണം എന്താണെന്നറിയോ? ഒരു സമൂഹത്തിലും ഉണ്ടാവില്ല. ഇസ്ലാം നിർബന്ധമായിട്ടും ഒരാൾ 17 തവണ ആരോഗ്യവാനാക്കണേ റബ്ബേ എന്ന് ദ്വാരക്കുന്നുണ്ട് അല്ലേ? 17, 18 തവണ ദ്വാരക്കുന്നവരുണ്ട്, നിസ്കാരത്തിൽ ദ്വാരക്കുന്നുണ്ട്. എവിടെ? റബ്ബി ഗഫിർലി, അറേ വർഹംനി വജ്ബുർനി. ഒരാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല, സ്പീഡിലാണെങ്കിൽ കിട്ടുള്ളൂ. റബ്ബി ഫുർലി റബ്ബി ജൂനിയർ, അങ്ങനെ സ്പീഡിൽ മാത്രം കിട്ടുന്നവരുണ്ട്. അത് ഓരോരുത്തർ ഓരോ മോഡലാണ്. ഇന്നെന്താ ലാസ്റ്റ് എന്താ പറഞ്ഞേ? അർഫാനി വർസുഖ്നി വഹിദിനി വാഫിനി. ഒരു ഫർള് നിസ്കാരം മാത്രം നിസ്കരിക്കുന്ന ഒരാൾ 17 തവണ അത് ചോദിക്കുന്നുണ്ട്. 17 ഫർള് നിസ്കാരത്തിൽ 17 തവണ. അത് എൻ്റെ പ്രത്യേകത എന്താ അറിയോ? വഹിദിനി, ഹിദായത്തിന്റെ കൂടെയാണ് ആഫിയത്ത് ചോദിച്ചത്. നിസ്സാര സംഭവം അല്ല ഇത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, സാന്ദർഭികമായിട്ട് ആ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞതാ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് നഷ്ടപ്പെട്ടു പോകരുത്. ഒരാളും മറ്റൊരാളെക്കാളും ഒരു യോഗ്യത ഇല്ലാന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സമ്പത്ത് ആഖിറത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അള്ളാഹു കാത്തിരിച്ചുകുമാറാവട്ടെ. സഹാബികളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആരാന്നറിയോ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. എത്രയാണ് റസൂലുള്ളാഹിക്ക് കൊടുത്തത്? ഒരു സമയത്ത് 1500 ഒട്ടകം. അതായത് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ 1500 ഇന്നോവ കൊടുത്തു എന്നൊക്കെ പറയും പോലെ 1500 ഒട്ടകം, വേറെ ഘട്ടത്തിൽ 500 കുതിരകൾ. അങ്ങനെ എല്ലാ സഹായം ചെയ്ത ആളാണ്. പക്ഷെ സ്വഹാബികളുടെ കൂട്ടത്തിൽ അവസാന സ്വർഗത്ത് പോകുക അബ്ദുറഹ്മാൻ ഔഫ. പക്ഷെ ബിസിനസ്സുകാരോട് ഇസ്ലാമിന് പ്രത്യേക ഇഷ്ടമുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്നവരാ തെറ്റാതെ വിചാരിക്കരുത്. ബിസിനസ്സുകാർ ഇസ്ലാമിന് നല്ല ഇഷ്ടമാണ്. എന്തുവരെ പറഞ്ഞിട്ടുണ്ട്? നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ആളുകൾ നാളെ അമ്പിയാക്കന്മാരുടെ കൂടെ നല്ലവരായി മഹ്ശറിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആളുകളെ പറ്റിക്കാത്ത പൈസ, അമിതമായ ലാഭം ഉണ്ടാക്കാത്ത പൈസ, ബിസിനസ്സുകാർക്ക് വലിയ പ്രൊമോഷൻ കൊടുത്ത മതാ ഇസ്ലാം. തീർച്ചയായിട്ടും കച്ചവടത്തിന്, ബിസിനസ്സിന്, ജോലി, കൃഷി, അതിനൊക്കെ വലിയ സ്ഥാനം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്തൊക്കെ ചെയ്താലും അവസാനം ഒരു ചെറിയ വണ്ടിയിലാണ് നിങ്ങളെ കൊണ്ടുപോകുക. നിങ്ങൾ എന്നൊക്കെ കൊണ്ടുപോവുക. അതിന് അപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. അമ്മായിമാനോട് ചൂടാൻ മരുമോൾക്ക് എന്താ അവകാശം? എന്താ ഉള്ളതെന്താ? ഒരു വണ്ടി വരൂ, പള്ളിയിലൊരു വണ്ടി ഉണ്ടാവും, ആ വണ്ടി ഇങ്ങനെ വരൂ. കുഴി കുത്തുന്ന ആള് വന്നിട്ട് കുഴി എടുക്കും. എല്ലാവർക്കും ഒരു 6 അടിയാണ് കുഴി ഉണ്ടാവുക അല്ലേ? 6 അടി കുഴി ഉണ്ടാവും. ആ 6 അടി കുഴിയിലേക്ക് നമ്മളെല്ലാവരും വെക്കും. അപ്പം ഇതിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഉമ്മാനെ ഖബറിൽ വെച്ചവരുണ്ടാവില്ലേ? ഉമ്മ മരിച്ചവർ കൈവെക്ക്, ഉമ്മ മരിച്ചവർ കൈവെക്ക്. കുറേ ആൾക്കാർ ഉമ്മ മരിച്ചിട്ടുണ്ട്, അള്ളാഹു ബാപ്പ മരിച്ചവരൊക്കെ ഉണ്ടാവും. അള്ളാഹു താല ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാവട്ടെ. ഇത് വെക്കുമ്പോഴെങ്കിലും, ആ ഖബർസ്ഥാൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴെങ്കിലും നാളെ ആ വണ്ടിയിൽ ഞാനും പോകണം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു നല്ല ചിന്തയിലേക്ക് നമ്മൾ വരുന്നില്ല. അവിടെയാണ് നമ്മുടെ അപജയം എന്ന് പറയുന്നത്. നമുക്കൊന്നും സ്വന്തമായിട്ടില്ല സുഹൃത്തുക്കളെ, ഒന്നുമില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഒന്നുമില്ല. ഒരു വസ്തു നമുക്ക് സ്വന്തമായിട്ടില്ല. പിന്നെ എങ്ങനെയാ അഹങ്കരിക്കുക? അഹങ്കാരം എവിടെ നിന്ന്? ഞാൻ ഈ അഹങ്കാരത്തെ കുറിച്ച് പറയാൻ കാരണം, ഈ അഹങ്കാരത്തിൽ നിന്നാണ് അമ്മായിമ്മ ഞാൻ വലിയ ആളാന്നുള്ള ചിന്ത, മരുമോൾക്ക് അമ്മായിമാനെ ഇടങ്ങാറാക്കണം എന്നുള്ള ചിന്ത വരുന്നത്, ഭർത്താവിന് ഭാര്യയെ ഇടങ്ങാറ, ഇതെല്ലാം ഇവിടെ നിന്ന് വന്നതാ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഒരു പെണ്ണ് എന്ന അർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഒരു തോന്നലാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. സ്ത്രീകളെ ആദരിക്കാത്ത ആളുകൾ മാന്യന്മാരല്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും എത്തിക്കാട്ടെ, പ്രധാനപ്പെട്ട പോയിന്റ് പറയുമ്പോൾ ഒന്ന് എഴുന്നേറ്റിരുന്നാലോ അല്ലേ? എല്ലാവരും എഴുന്നേക്ക്. പ്രയാസമില്ലാത്തവർ മാത്രം, പ്രായമുള്ളവരോ മടിയിൽ കുട്ടികളുള്ളവരിലൊന്നും എഴുന്നേക്കണ്ട. പ്രയാസമില്ലാത്തവർ മാത്രം ഒന്ന് എഴുന്നേക്ക്. എന്നിട്ട് വെറുതെ തൊട്ടടുത്തുള്ള കൈ പിടിച്ചോ, ഒരു എന്താ വർത്താനം, വെറുതെ ചോദിക്കാം. തൊട്ടുള്ള ആൾക്ക് ഒരു കൈ കൊടുക്ക്, തൊട്ടടുത്തൊരാൾക്ക് കൈ കൊടുക്ക്. കൈ കൊടുത്തിട്ട് എന്താ സുഖമല്ലേ? 2 വർത്താനം പറയും. മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്ക്. ഒന്ന് പുഞ്ചിരിക്ക്. മതി ഇരിക്കും. 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്തും. ലാസ്റ്റ് എന്താ പറഞ്ഞേ? അല്ല, അതിൻ്റെ മുമ്പ് എന്താ പറഞ്ഞേ? നമ്മളിപ്പോൾ എന്തൊക്കെ വിഷയം പറഞ്ഞാൽ ഓർമ്മയിൽ ഉണ്ടാവും എല്ലാവരുടെയും. ഇതൊക്കെ ഇതോട് കൂടെ മറന്നു പോകും എല്ലാവരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുടുംബസംഗമം വെച്ചതും. ഈ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ വലിയ ഫലമുള്ള കാര്യമാണ്, വലിയ ഫലമുള്ള കാര്യം. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞെന്താ? ഭാര്യമാരെ ആദരിക്കാത്തവർ
മോശപ്പെട്ടവരാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നിരീക്ഷണം തെറ്റാണെങ്കിൽ ആണുങ്ങൾ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടാന്നിട്ട് പറഞ്ഞു തരും ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നൊരു സമൂഹം നമ്മളാണ്, അല്ലേ? സ്ത്രീകളോടെ പെരുമാറ്റം വളരെ, അതായത് ഇസ്ലാമിൽ എവിടെയും ഭാര്യ ഭർത്താവ് എന്നുള്ള പ്രയോഗം പോലും ഇല്ല. സൗജ് സൗജത്ത്, ഇണ തുണ എന്നതിൻ്റെ അർത്ഥം. ഒരു ഇടങ്ങാറാക്കുന്ന ഒരാൾ, ഭരിക്കുന്ന ഒരാൾ, ഒരു സ്ത്രീകളെ അടിച്ച, അങ്ങനെ ഇസ്ലാമിലില്ല. ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെ സമത്വം അതും ഇസ്ലാമിലില്ല. കാരണം അത് പോസിബിൾ അല്ല. അത് ഒരു ഫെമിനിസ്റ്റും വാദിച്ചിട്ട് കാര്യമില്ല. ആണും പെണ്ണും സമമല്ല. നിങ്ങൾ പറ, ആണും പെണ്ണും സമാണോ? ഈ ഫെമിനിസ്റ്റുകൾക്ക് എന്താ അബദ്ധം പറ്റിയെന്നറിയോ? ശ്രദ്ധിച്ചോ സഹോദരിമാരെ? പ്രത്യേകിച്ച് പുതിയ കാലത്ത് ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. അവിടെ ടീച്ചേഴ്സ് പലരും ഫെമിനിസ്റ്റ് കൺസെപ്റ്റ് ഉള്ളവരാണ്. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പല ആളുകളും. ശ്രദ്ധിച്ചോ, ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന കുറേ ലേഡീസ് ഉണ്ട്. ആ ലേഡീസിൽ കുറേ ആളുകൾ ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുണ്ട്. ഡിവോഴ്സ്ഡ് ആണ് പലരും. ആ ഡിവോഴ്സ്ഡ് ആയ ആളുകൾ നമ്മുടെ തലമുറയിലെ പുതിയ തലമുറയിലെ പെൺകുട്ടികളെ, സ്ത്രീകളെ വല്ലാതെ വലിയെറ്റിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനൊന്നും ആയ പോലെ, ഭർത്താവ് പറയുന്നൊന്നും കേൾക്കേണ്ട, നിങ്ങൾ സ്വന്തമായി ഇങ്ങനെ പോകണം, ഇങ്ങനെ ആക്കണം. അവർ ഡിവോഴ്സ്ഡ് ആയത് അവർക്കൊന്നും പറയാനില്ല. അവർക്ക് മേലെ നോക്കണ്ട, താഴെ നോക്കണ്ട. ഭർത്താവുമായിട്ട് കുടുംബത്തോടൊപ്പം ബാപ്പാന്റെ കൂടെ, സഹോദരന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്ന, വീട്ടിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കുടുംബത്തെ പോലെയുള്ള ദീനിയായി ധാർമ്മികമായി ചിന്തിക്കണം, വളരണം, ഉയരണം, പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കാണ് ഇവർ. അങ്ങനെ വഴിതെറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ 2-3 കേസ് വന്നപ്പോൾ അവർ സ്ഥിരമായിട്ട് കാണുന്ന ചില വീഡിയോസ് പരിശോധിച്ചു. അത് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളാണ്. അവർ ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് തെറ്റി നിൽക്കുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് കൺസെപ്റ്റുകൾ തലയിൽ കയറിയ ആളുകളാണ്. ആ ആളുകൾ പറയും, നിങ്ങൾ ഭർത്താവ് പറയുന്നത് കേൾക്കണ്ട, ഭർത്താവ് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. അത് പറ്റില്ല. ഇവിടെ ഡൽഹിയിൽ ഒരു പെൺകുട്ടിക്ക് കുറച്ച് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, സിംഗപ്പൂർ വെച്ചൊരു പെൺകുട്ടി മരിച്ചു. നിർഭയ എന്നുള്ള പേരിൽ നിങ്ങളെ കേസ് ഓർമ്മ ഉണ്ടാവും. ആ സമയത്ത് കേരളത്തിലുള്ള ചില എന്താ പറയുക, നിയമ മേഖലയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം ആ സമയത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അതുപോലെ ചില ചിന്തകന്മാർ, ചില എഴുത്തുകാർ, ഗായകൻ യേശുദാസ് അടക്കം പറഞ്ഞു പർദ്ദയാണ് നല്ല സൊല്യൂഷൻ എന്ന്. അതവർ ഇസ്ലാമിനെ സ്നേഹിച്ചിട്ട് പറഞ്ഞതായിക്കൊള്ളുന്നില്ല. ഒരു സ്ത്രീക്ക് സുരക്ഷിതമായ ഒരു വസ്ത്രമാണ് ഈ പർദ്ദ. ഈ അടുത്ത് ഞാൻ ഇന്റർവ്യൂവിൻ്റെ ഒരു പീസ് ഒരാൾ അയച്ചു തന്നു. ഒരു സിനിമാ നടിയാണ്. ആ സിനിമാ നടി ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് അതിൻ്റെ പേര്, മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പർദ്ദ ധരിച്ചാണ് യാത്ര ചെയ്യുക. ഒരു സിനിമാ നടി പറയാം. എന്നിട്ട് ആ സിനിമാ നടി പറയുന്നുണ്ട്, പർദ്ദ ധരിച്ച് ഞാൻ പോകുമ്പോൾ ആരും എന്നെ ടച്ച് ചെയ്യാൻ പോലും വരാറില്ല. അപ്പം അവന് എപ്പോഴും അതന്നെ ധരിച്ചാൽ പോരെ? അപ്പം അല്ലാത്തപ്പോൾ ടച്ച് ചെയ്യാൻ വരണമെന്ന് എനിക്കറിയില്ല, ഉദ്ദേശം ഉണ്ടോ അല്ല, നമുക്കറിയാം, അറിയാത്ത പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റുകൾക്ക് പറ്റിയ മഹാബദ്ധം, സ്ത്രീയും പുരുഷനും ഒരിക്കലും സമമല്ല എന്നതിൻ്റെ അവർ മനസ്സിലാക്കിയ അർത്ഥം സമമല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ മോശമാണ് എന്നാണ്. ഒരിക്കലും അങ്ങനല്ല. ഇസ്ലാം തന്നെ പറഞ്ഞിട്ടില്ല. പുരുഷന്മാർക്ക് കഴിയാത്ത എന്തൊക്കെ കഴിവുകൾ സ്ത്രീകൾക്കുണ്ട്, ഇല്ലേ? പറ, ആണുങ്ങൾ പറ, ഇല്ലേ? സമ്മതിക്കാൻ പ്രയാസം ഉണ്ടാവും. ഉണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒരു കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടിനെ ഉപ്പ എടുത്തിട്ട് കരച്ചിൽ മാറുന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യാ? എടീ, അല്ലേ, അത് കൊടുക്കൂ. ഞാൻ പലപ്പോഴും, ഞാൻ പിതാവ്, എനിക്ക് 3 കുട്ടികളുണ്ട്. ഹസൻ, ഹുസൈൻ, ഫാത്തിമ. എൻ്റെ ഭാര്യയും ഒരു ഫാത്തിമയാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടൊരു കാര്യം, നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ രാത്രി എവിടെയെങ്കിലും ക്ലാസ്സോ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് കുട്ടി ഉറങ്ങുകയാണെങ്കിൽ നമ്മളൊരു ഉമ്മ കൊടുത്താൽ അപ്പോഴത്തേക്കും കുട്ടികൾ ഉണരും. അതേസമയം എൻ്റെ ഭാര്യ എടുത്തിട്ട് അതിനെ തോളിലിട്ടിട്ട് 2 തട്ട് കിട്ടി, പിന്നെ ഇപ്പുറത്തിട്ട് 2 തട്ട് കിട്ടി, ഒന്നിങ്ങനെ കുലുക്കിയിട്ട് അവിടെ വെച്ചാൽ അത് അറിയുന്ന തന്നെ ഇല്ല. ഇതെന്താ സംഭവം? ഒരു പ്രത്യേകമായ ഈ പെണ്ണുങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ സോഫ്റ്റ് ടിഷ്യൂസ് കൊണ്ടാണ്, ആണുങ്ങളെ ഹാർഡ് ടിഷ്യൂസ് കൊണ്ടാണ്. പിന്നെ ഈ പെണ്ണുങ്ങൾ ഒരു അബദ്ധം നിങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ ഇതിൽ കൂടെ പുറത്ത് പോയിക്കോളാം. എന്താ സംഭവം എന്നറിയാം? എല്ലാ ഉമ്മകളും നിങ്ങൾ ഉമ്മകളാക്കി മാറ്റി, ചില ഉമ്മകൾ ഉപ്പകളാക്കണം. മനസ്സിലായില്ല? അതായത് എല്ലാ ചുംബനവും ഇവർ ഉമ്മ എന്ന് പേരിട്ടു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കൊടുക്കൂലേ ഉമ്മ എന്നിട്ട് കൊടുക്കൂലേ? അത് എല്ലാത്തിനും നിങ്ങൾ ഉമ്മാക്കാൻ വിട്ടുകൊടുത്തത് എന്തിനാ? ചിലതിന് ഉപ്പാക്കി കൂടെ? ഇവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ചുംബനം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്നേഹത്തോടെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന കാര്യമാണ്. എല്ലാ ചുംബനത്തും നിങ്ങൾ എന്തിനാ ഉമ്മ എന്ന് പറഞ്ഞത്? നിങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികളോട് പറയണ്ടേ, മോനെ അല്ലെങ്കിൽ മോളെ ഇവിടെ ഒരു ഉമ്മ കൊണ്ട, ഇവിടെ ഒരു ഉപ്പ കൊണ്ടാന്ന് പറയണ്ടേ? വേണ്ടേ? പിന്നെതാ അത് ശ്രദ്ധിച്ചോട്ടത്. ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ പങ്ങന്മാരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഞാൻ പറയും ഇവിടെ അമ്മോൻ കൊണ്ടാന്ന് പറയും. ഉമ്മി വാപ്പിയൊന്നുമല്ല, അമ്മോൻ. എൻ്റെ ഏട്ടൻ്റെ മക്കളുണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ എളാപ്പ ഉണ്ടാന്നൊക്കെ പറയും. എളാപ്പ അല്ലെങ്കിൽ ആപ്പ, ഓരോ നാട്ടിൽ ഓരോ പേരുണ്ടാവില്ല. ആപ്പ. അവിടെ സ്നേഹം എന്നതിൻ്റെ ഉമ്മയിലേക്ക് ചുരുക്കി. അത് ഞാൻ എന്നെ പോലെ ആൾക്കാർ രംഗത്തിറങ്ങി അതിനെതിരെ അത് വിട്ടുതരില്ല. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ചില വിഷയത്തിൽ ആണുങ്ങളെക്കാളും കഴിവുണ്ട്.
സ്ത്രീകളെക്കാൾ ചില കഴിവ് ആണുങ്ങൾക്കുണ്ട്. അതിൻ്റെ അർത്ഥം ആണുങ്ങൾ ഉഷാറാണ് പെണ്ണുങ്ങൾ മോശമാണെന്നല്ല. ആ കഴിവിൻ്റെ ഉത്തരവാദിത്വം ആണേറ്റെടുത്താൽ മതി, മറ്റേ കഴിവിൻ്റെ ഉത്തരവാദിത്വം പെണ്ണേറ്റെടുത്താൽ മതി. സമത്വമല്ല, ലിംഗസമത്വം, ലിംഗനീതിയാണ് ഇസ്ലാമിലുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അർജൻറ്റായിട്ടൊരു കണ്ണൂർ എത്തണം, 11 മണിക്ക് എത്തണം. അപ്പോൾ 9 മണിൻ്റെ ട്രെയിൻ നിങ്ങൾ കയറുക. അപ്പോൾ പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത് ശ്രദ്ധിച്ചോട്ടോ. ആ അനൗൺസ്മെൻറ്റ് വരുന്നത് നിങ്ങൾ ട്രെയിൻ ലേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. ട്രെയിൻ ലേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. ആ അനൗൺസ്മെൻറ്റ് ആണ് അനൗൺസ് ചെയ്യുന്നതും പെണ്ണ് അനൗൺസ് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം എന്നറിയോ? ഇവിടെ നോക്ക്, വെറുതെ അല്ല. ആ ക്യാമറയുടെ ആളോട് എൻ്റെ സംസാരം കഴിയുന്നവരെ ഇവിടെ മാത്രം കാണിക്കാൻ പറയട്ടോ. വെറുതെ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നത് വേറെ ഓരോന്ന് കാണുമ്പോൾ എൻ്റെ സംസാരം കഴിഞ്ഞിട്ടേ എൻ്റെ ആളോട് പറ. അതായത് ട്രെയിൻ ലേറ്റായി എന്നുള്ള വാർത്ത ഒരു ആണ് അനൗൺസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവാം? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ട്രെയിൻ 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എടാ ഗുരുത്തക്കൊട്ടാണ്, കാലമാടാ, ദുഷ്ട, ഉളുപ്പുവാനടാ, ശമ്പളമൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ശമ്പളം നികുതിയൊക്കെ വാങ്ങിയിട്ട് നീ ട്രെയിൻ ലേറ്റായി, നാണമില്ലടാ തനിക്കെന്ന് പറയും. അതേസമയം അതേ സംഭവം തന്നെ ഒരു പെണ്ണാണ് അനൗൺസ് ചെയ്യുന്നതെങ്കിലോ പ്രശ്നമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അറിയാതെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1605 എറണാകുളത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മംഗലാപുരം എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദിക്കുന്നു. പ്രശ്നമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് അറിയാതെ ഒരു ചിന്ത അതിനുള്ളിൽ വരും. അത് പെണ്ണുങ്ങളുടെ ഒരു കഴിവാണത്. ഇഞ്ചക്ഷൻ വെക്കൂല, ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മുറിവൊക്കെ, അത് ആണുങ്ങളാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ബോധം പകുതി, ഇഞ്ചക്ഷൻ വെക്കാതെ തന്നെ ബോധം പോയിട്ടുണ്ടാവും. അതേസമയം പെണ്ണാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെങ്കിൽ ഇഞ്ചക്ഷൻ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം കഴിയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉയ്ഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഉയ്യല്ലോ, ഇപ്പം കഴിയുമെന്ന് പറഞ്ഞു ഇനി കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മാനസികാവസ്ഥ ഉണ്ടാവുന്നത് ഈ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ പ്രത്യേക കഴിവാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് സ്ത്രീകൾ ഒരിക്കലും, ഇസ്ലാം എവിടെ സ്ത്രീകൾ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, റസൂൽ പറഞ്ഞെന്താ പറയുക, വല അക്രമഹുന്ന ഇല്ല കരീം വല അഹാനഹുന്ന ഇല്ല ലഈം. നല്ല മനുഷ്യന്മാരാണെങ്കിൽ പെണ്ണുങ്ങളെ ആദരിക്കും, മോശപ്പെട്ടവരാണെങ്കിൽ പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കും. ഇസ്തൗസു ബിൻ നിസാഇ ഖൈറാ. എന്തോ ഒരു ഇസ്തൗസു എന്നുള്ള പ്രയോഗത്തിന്റെ ഒരു മനോഹാരിത അറബി ഗ്രാമർ അറിയുന്നവർക്ക് അറിയാം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അറബി 10ാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുള്ളൂ, വേറെ അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ കുറച്ചിങ്ങനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് അതൊക്കെ പറയുന്നത്. ഇസ്തൗസു എന്ന് റസൂൽ പറയാൻ, മക്കളെ പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കരുത് കേട്ടോ, പെണ്ണുങ്ങളെ കഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്നാണ് എൻ്റെ അർത്ഥം. പല ഹദീസിലും ഖിയാറുക്കും ലിഅഹ്ലീക്കും ഖൈറുക്കും ലിനിസായിക്കും, ഇങ്ങനെ പല ഹദീസുകളിൽ സ്ത്രീകളെ ഇടങ്ങേറാക്കരുത് എന്ന് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഫിന്നിസ എല്ലായിടത്തും. ഇനി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ആണുങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ആണുങ്ങളെ. എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അത് കൈപ്പിക്കുക. ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ത്രീ, നിങ്ങളെ ഭാര്യ, കല്യാണം കഴിച്ചവർക്ക് നിങ്ങളെ ഭാര്യ, കല്യാണം കഴിയാത്തവർ നിങ്ങൾ ഉമ്മാന്ന് കൂട്ടിക്കോ, കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ ഉമ്മാന്ന് കൂട്ടിക്കോ. അപ്പം ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ പണിയുള്ളൂ, എടി ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറയാം അല്ലേ? ഈ ഭക്ഷണം ഞാൻ നോക്കി ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് ഭാര്യ ആദ്യം അടുക്കളയിൽ പോയിട്ട് ചോറിൻ്റെ ചെമ്പ് ഇങ്ങനെ കൊണ്ടുവെക്കണം അല്ലേ? കൊണ്ടുവെക്കണ്ടേ? ഒന്നേ. പിന്നെ എന്ത് കൊണ്ടുവരണം? രണ്ടാമത്തെ നടത്തത്തിൽ കറി, പിന്നെ പ്ലേറ്റുകൾ, നാലാമത്തെ നടത്തത്തിൽ ഗ്ലാസ്, പിന്നെ ഫിഷോ അല്ലെങ്കിൽ വേറെ എന്ത് ഐറ്റംസ് ഒന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഉപ്പേരി, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള വേസ്റ്റ്, പിന്നെ അങ്ങനെ എന്തെങ്കിലും സാധനം അതൊക്കെ. അതായത് എനിക്ക് ഒരു തവണ ചോറ് തിന്നണമെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മളെ ഉമ്മ 7 നടത്തം നടത്തുന്നുണ്ട്. തിരിച്ചതൊക്കെ കൊണ്ടുപോയി വെക്കാനും 7 നടത്തം വീണ്ടും നടക്കുന്നുണ്ട്. 7 + 7 14 നടത്തം. എൻ്റെ ഭാര്യൻ്റെ 14 നടത്താണ് ഒരു നേരത്തെ എൻ്റെ ചോറ്. മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത്. ഇതെന്താ ആണുങ്ങൾ സഹായിക്കാത്തത്? ഞാൻ കുറ്റം പറയില്ല, ചിന്തിക്കാൻ വേണ്ടി പറയാം. ഞാൻ സഹായിക്കാറുണ്ട്, എനിക്ക് കഴിയും പോലെ. ഞാൻ ഭയങ്കര സഹായിയാണെന്നൊന്നുമല്ല. അത് എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിച്ചോളൂ പറയും അങ്ങനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ കഴിയും പോലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം നമ്മൾ കഴുകി വെക്കാറുണ്ട്. എൻ്റെ മക്കൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം അവർ കഴുകി വെക്കാറുണ്ട്. കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഒറ്റ നേരത്തെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടും 7 തവണ ഇങ്ങോട്ടും 7 തവണ പെണ്ണ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ബാപ്പയും മക്കൾ എല്ലാവരും കൂടെ ഒരു ഓർഡർ ഇട്ടവിടെ പോയി ഇരിക്കുന്നതിന് പറയുന്ന ആണിനെ ഭക്ഷണം എടുത്ത് കൊണ്ടുവച്ചു. ഇതെന്താ കാര്യം എന്നറിയോ? ശരി, ഞാൻ എല്ലാം കൂടി പറഞ്ഞ തെറ്റും, ഇസ്ലാം എല്ലാം കൂടി പറഞ്ഞതിൻ്റെ പ്രശ്നം ഇവിടെ എന്താ കാര്യം എന്നറിയോ?
ഇസ്ലാമിൽ ശരിക്കും ഈ ഭക്ഷണം ഉണ്ടാക്കൽ ഭാര്യൻ്റെ ഉത്തരവാദിത്തമല്ല, വീട് തുടച്ചുകൾ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമല്ല, അത് കുറെ ഉത്തരവാദിത്തം, ഭക്ഷണം ഉണ്ടാക്കൽ ഉത്തരവാദിത്തമല്ല. പിന്നെ അത് എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടും. അയ്യുമംറകത്തുൻ മാത്ത തൗജുഹ റാദിന ദഖലത്തിൽ ജന്ന. അതായത് ഒരാൾ മരിച്ചു, ഒരു പെണ്ണ് മരിച്ചു, പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടെയാണ് മരിച്ചതെങ്കിൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് പെണ്ണിന് സ്വർഗ്ഗമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഭർത്താവിന് കുട്ടികൾക്ക് ഹിദ്മത്ത് ചെയ്യുന്നത് പെണ്ണുങ്ങൾ. മാത്രമല്ല പിന്നെ പുറത്ത് ജോലിക്ക് പോകാത്ത സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾ വീട്ടിൽ തന്നെയാണ്. ആണുങ്ങൾ പുറത്ത് അധ്വാനിക്കാനും പ്രയാസപ്പെടാനും മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണലാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ് ആണുങ്ങൾ. അത് പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ഒരു ഓർഡർ ഇട്ടിട്ട് അവിടെ പോയി ഇരിക്കുന്നതിന് പകരം അവിടെ പോയി എടി നമുക്ക് ഭക്ഷണം എടുത്ത് വെക്കല്ലേ എന്ന് ചോദിക്കുക. പ്ലേറ്റ് ഭർത്താവ് എടുക്കുക, ഗ്ലാസ് കുട്ടികളെടുക്കുക, എന്നിട്ട് തിരിച്ച് ഈ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകി വെക്കുക. എന്നാലും ചെമ്പട്ടി ഈ വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ പെണ്ണിന് കഴുകാൻ വേറെ ഉണ്ടാവും. ഞാൻ എന്താ പറയുക, കാരണം ഈ യുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിൽ സ്ത്രീക്ക് സ്ഥാനമില്ല എന്ന് പറയാനുള്ള കാരണം ഇസ്ലാം സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ബഹുമാനിക്കാൻ കഴിയാത്തത് കൊണ്ടാകുന്നു. ചില ആളുകൾ പറയും, എടി നിനക്ക് എന്താടി അതിന് മാത്രം എന്താ പണി വീട്ടിൽ എന്ന് ചോദിക്കും. ഈ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വർത്താനാണത്. എന്താ നിനക്ക് ഇവിടെ പണി? ഒരു പണിയില്ല പെണ്ണെങ്കിൽ. ആ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഒരു ദിവസം പെണ്ണിനോട് പറയാം, എടി ഇന്ന് നീ ഒരു പണിയെടുക്കണ്ട, സാധാരണ ഞാൻ എന്താണോ ചെയ്യാറുള്ളത് അതൊക്കെ ഇന്ന് നീ ചെയ്യുക, നീ ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. അപ്പോൾ പെണ്ണെന്ത് ചെയ്യും, സുബഹിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ചായ എന്ന് പറയും. അപ്പം ഭർത്താവിനത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇതെന്നും കേൾക്കുന്നതായി പെണ്ണ്. ഇനി അവിടെ ചായ ഉണ്ടാക്കി വെച്ചാൽ അത് ടേബിളിൽ എടുത്ത് വെച്ചാൽ ഇയാളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. തുഷ്ടൻ കാലമടൻ. അത് ഞാനാണ് ഞാൻ, നിങ്ങളാണ് നിങ്ങൾ. തമാശ അല്ല പറയുന്നത്, റസൂല് പറഞ്ഞതിന് അനുസരിച്ചില്ല ഞാനീ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ ആദരിക്കാറവനെ എങ്ങനെ? അതില്ലാത്തതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് നമ്മളെ വിമർശിക്കാൻ വേണ്ടി അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഭാര്യ അവിടെ ഇങ്ങനെ കിടക്കുക, ഭർത്താവ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒരു കുട്ടി ഇങ്ങനെ ഉണരും, ഉമ്മ ചായ. അല്ല ഇന്ന് ഉമ്മല്ല, ഇന്ന് ഉപ്പയാണ് ഇൻചാർജ്. ഇപ്പോൾ ചായ, അവിടെ ഞാൻ തരാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ എനിക്ക് ചായ. അപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ യൂണിഫോം എവിടെ, അയൺ ചെയ്തിട്ടില്ലേ, എൻ്റെ ഷൂ നന്നാക്കിയിട്ടില്ലേ, എൻ്റെ സോക്സ് എവിടെ, എൻ്റെ മദ്രസയിലെ പുസ്തകം എവിടെ, സ്കൂളിലെ പുസ്തകം എവിടെ. അപ്പോൾ തന്നെ ഇയാൾക്ക് ഒരുമാതിരി അവസ്ഥ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് 6 മാസം ഉള്ളത് തൊട്ടിലിൽ നിന്ന് എന്നൊരു സൗണ്ട് ഉണ്ടാക്കുക. പണ്ടാരടങ്ങാനായിട്ട് ഇയാൾ എന്തായാലും ഒരാഴ്ച കുട്ടിനെ നോക്കിയാൽ കുട്ടിനൊക്കെ കുത്തിക്കൊല്ല് എന്തെങ്കിലുമൊക്കെ ഇയാൾ ചെയ്യും. ബാക്കിയാവില്ലത് പെണ്ണ്. ഞാൻ സത്യം പറയാം, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകളുടെ ക്ഷമ കൊണ്ടാണ് പല കുടുംബങ്ങളും ഇന്ന് നിലനിന്ന് പോകുന്നത്. കൺസൾട്ടിങ്ങിൽ ഞാൻ കാണുന്നതാണ്. ഭർത്താവിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ, ആവശ്യമില്ലാത്ത ചാറ്റിങ്ങും ആവശ്യമില്ലാത്ത വീഡിയോസ് കാണലും, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളും വൃത്തികേടുകളും ഉണ്ടായിട്ട്, സാറേ ഇന്ന് വരെ എൻ്റെ ഭർത്താവിൻ്റെ ഇത്തരം ഈ കുറ്റങ്ങളൊന്നും ലോകത്തൊരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഭർത്താവിൻ്റെ കുടുംബത്തിലും പറഞ്ഞിട്ടില്ല, എൻ്റെ കുടുംബത്തിലും പറഞ്ഞിട്ടില്ല. കാരണം അതെങ്ങാനും ഞാൻ പുറത്ത് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഇക്ക, അദ്ദേഹം നാളെ എൻ്റെ ഭർത്താവ് എന്നല്ലേ, അദ്ദേഹത്തിൻ്റെ ഇമേജ് നെഗറ്റീവ് ആകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കൺസൾട്ടിങ്ങിന് വന്നത് എന്ന് പറയുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ കേസുകൾ നമ്മളിന്ന് കാണുന്നുണ്ട്. അത്തരം കുറേ പെണ്ണുങ്ങളുടെ ക്ഷമ കൊണ്ടാണ് കുറേ കുടുംബം. ആണുങ്ങൾക്ക് വന്നിട്ട് ആകെ ചാടിക്കളിച്ച് ദേഷ്യം പിടിച്ച് കുറേ വർത്താനൊക്കെ ഒരു ഡയലോഗ് അടിച്ചാൽ മതി, കഴിഞ്ഞ്. ഇതെല്ലാം സഹിക്കുന്നത് പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. അതേപോലെ തിരിച്ചുണ്ട് ചില ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന്. ഞാനതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഉമ്മമാരുടെ ഭാഗത്ത് ചില മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ, അതായത് ഞാൻ പറഞ്ഞ മരുമക്കളെ ഇടങ്ങാറാക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഈ സദസ്സിൽ മരുമക്കളെ ഇടങ്ങാറാക്കുന്ന ഉമ്മമാർ കൈപ്പൊക്കെ. പിന്നെ നിങ്ങളിങ്ങനെ കൈപ്പൊക്കാകാതെയല്ലേ. ചിലപ്പോൾ അറിയാതെ നിഷ്കളങ്കമായിട്ട് ഞാൻ അറിയാതെ കൈപ്പൊക്കി പോകും ചിലപ്പോൾ. അങ്ങനെ ഉണ്ടോ നോക്കാൻ. പൊക്കൂല, ആരും പൊക്കൂല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. നിങ്ങളാരെങ്കിലും പറഞ്ഞു തരുമോ? ഈ അമ്മായിമ്മമാരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഈ ഉമ്മാൻ്റെ മകള് ഭർത്താവും കൂട്ടിയിട്ട് എവിടെയെങ്കിലും യാത്ര പോയാൽ ഉമ്മാക്ക് വലിയ സന്തോഷം. എന്നിട്ട് ഉമ്മമാരും അനിയത്തിക്കും ഏട്ടത്തിനോടൊക്കെ പറയും, എടി എൻ്റെ മോളും അവനും കൂടെ മൂന്നാറിൽ പോയിരിക്കുക. പുള്ളിക്കാരന്മാർ മൂന്നാറിൽ പോയിട്ട് 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ. എന്നെ മൂന്നാറിൽ നിന്ന് വിളിച്ചിരുന്നു. മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാർ എന്നെ വിളിച്ചിരുന്നു. നല്ല ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി. 4 ദിവസം മകളും ഭർത്താവും യാത്ര പോയാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പി. ഈ പെണ്ണിൻ്റെ മകൻ്റെ ഭാര്യയെയും കൊണ്ട് ഇത് പേര സ്ഥലം അപ്പൊ കൂട്ടായി അങ്ങനെ പറയാം. ഈ പെണ്ണിൻ്റെ മകൻ
ഞാൻ ഒരു നിമിഷം സ്ഥലം പോലും മറന്നുപോയി. നിങ്ങളെ കുടുംബത്തിൻ്റെ സംഗമത്തിൽ ലയിച്ചു പോയി. എന്താ ചെയ്യുക? ഫനാഗ് എന്നൊക്കെ പറയുമല്ലേ, ഫനാഗിൻ്റെ ഒരു ഇത് ഫനാവൊന്നുമല്ല, ഫനാഗിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. ഐന അബ്നാ ഉൽ മുലൂക്ക് അൻ ഹാദിഹിൽ ലദ്ദാത്ത് എന്നൊക്കെ ചോദിക്കുന്ന ഫനാഗിൻ്റെ സ്റ്റേറ്റ് ഉണ്ട്. ഭയങ്കര രസമാണ് സ്റ്റേറ്റ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമ്മാൻ്റെ മകൻ ഭർത്താവും കൂടെ 4 ദിവസം പോയാൽ ഉമ്മ ഹാപ്പി. സ്വന്തം മകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും യാത്ര പോയാൽ, അല്ലെങ്കിൽ വൈകുന്നേരം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൂട്ടായി കടപ്പുറത്ത് അവിടെ അഴിമുഖമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ഇരുന്ന് കടലൊക്കെ വാങ്ങി രാത്രി ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് വന്നാൽ അപ്പോഴത്തേക്കും ഈ തള്ള, അവിടെ തള്ളാന്ന് പറയേണ്ടി കേട്ടോ, ഒന്നും വിചാരിക്കരുത്, അവിടെ തള്ളയാണ്. അവിടെ ഉമ്മ എന്ന് പറയാൻ പറ്റില്ല. ഉമ്മാൻ്റെ ആ മനോഹരമായ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് അവിടെ ഇല്ല. റസൂലുള്ളാഹി പറഞ്ഞാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ മകനും കൂടെ മകനും മകൻ്റെ ഭാര്യയും കൂടെ രാത്രി അവർ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ തള്ളൻ്റെ മുഖത്തിന് വല്ലാത്തൊരു മാറ്റം. ഇതെന്താ മകൾ പോകുമ്പോൾ ഒരു സന്തോഷമാവുകയും മകനും ഭാര്യയും ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത കമ്മിറ്റിയിൽ പ്രത്യേകം അവരെ പിടിച്ചിട്ട് അവരെ ശരിയാക്കണം. സ്നേഹത്തോടെ പറയണം, ഒന്നും വിചാരിക്കരുത്. ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അവർ തിരുത്തണം എന്നാണ് ഈ പറയുന്നത്. എനിക്ക് ഉമ്മമാരുടെ ഇതൊക്കെ പറയുമ്പോഴും മരുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ ഉമ്മാനെ സ്വന്തം ഉമ്മാനെ പോലെ കണ്ട ആ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഹ്റത്തേക്ക് ഇങ്ങനെ ടിക്കറ്റ് കിട്ടൂല വിജയത്തിൻ്റെ. അത് വേറെ കാര്യം. പക്ഷെ ഇത് ഞാൻ പറയണം, കാരണം ആ പ്രസംഗം മാത്രം കേട്ടിട്ട് വലിയ അമ്മായിമാരൊക്കെ ഇങ്ങനെ തരിപ്പിൽ നിൽക്കുക. ഞങ്ങളുടെ കാലിൻ്റെ അല്ല, അങ്ങനല്ല, അതല്ല എന്ന് പറയുന്നത് ഞാനിത് പറഞ്ഞത്. സ്വന്തം മകൾക്കൊരു സന്തോഷം ഉണ്ടാവും, നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുമോ അതേ സന്തോഷം നിങ്ങളെ മകളും നിങ്ങളെ മരുമകളും നിങ്ങളെ മോനും പോകും. ശരിക്കും അങ്ങനല്ല വേണ്ടത്. ശരിക്കും ഈ മകനോട് ഉമ്മ പറയണം, എന്ത് എടാ ഇനി എന്താണ് ഇടയ്ക്കിടയ്ക്ക് അവളെ കൂട്ടി യാത്ര പോകാത്തത്? നിനക്ക് അവളെയും കൊണ്ട് എൻ്റെ ഭാര്യനെയും കൊണ്ട് മൂന്നാറൊക്കെ ഒന്ന് പോയിക്കൂടാ. പൈസ ഇല്ലെങ്കിടാ 5000 രൂപ ഞാൻ തരാം. അങ്ങനെ വേണമെങ്കിൽ മോന് ചെറിയൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കാം. മൂന്നാറിലേക്ക് പോകാൻ യാത്രക്ക് കുടുംബ ഫണ്ടിൽ നിന്ന് സംഭാവന തന്ന ഉമ്മക്ക്, ശ്രീ സഫിയ ഉമ്മക്ക് അഭിവാദ്യങ്ങൾ എന്ന് മകൻ. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇടാം, ഭാവിയിലും ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കുന്നു. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് പറഞ്ഞ പോലെ കിട്ടിയാലോ. എൻ്റെ ഉമ്മമാരെ അങ്ങനെ ആയിക്കൂടെ. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ പെൺകുട്ടി ഇതെൻ്റെ സഹോദരങ്ങളെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങളൊന്നും വിചാരിക്കരുത്. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചില ഉമ്മമാർ ഇങ്ങനെ പെരുമാറിയാൽ ആ ഉമ്മാൻ്റെ ആഹ്റം കേടുവരും, നഷ്ടമാകും. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? അങ്ങനെ ഉമ്മമാർ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടറിയണം അവിടെ. അതായത് ഇങ്ങനെ പുറത്തേക്ക് പോകുക എന്ന് പറയാൻ വേണ്ടി ഉമ്മാനോട് നിങ്ങൾ 2 പേരും കൂടി ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പൊയ്ക്കോട്ട് മോനെ കുഴപ്പമൊന്നുമില്ല എന്നറിയും. അതേസമയം നിങ്ങളെ ഭാര്യ ചോദിച്ചാൽ എന്താ ഇപ്പം എന്നും ഇങ്ങനെ തെണ്ടിയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അമ്മ പറയാം. നിങ്ങളാണ് ചോദിച്ചതെങ്കിൽ പിന്നെ സന്തോഷമല്ലേ എന്നാ പറയാം. അപ്പം നിങ്ങൾ ചോദിക്കുക, മനസ്സിലാവുണ്ടോ? തിരിച്ചു വന്നിട്ട് ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ മാറാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ഉമ്മാൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുക. ചില ഉമ്മമാർ തങ്കപ്പെട്ട സ്വഭാവമാണ്. മകൻ വീട്ടിലുണ്ടെങ്കിൽ മകൻ പോയി കഴിഞ്ഞാൽ ഈ മരുമോൾ ഒരുപാട് ഇടങ്ങാറാക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു കേസ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, അതിന് മനോഹരമായ പരിഹാരം ഞാൻ പറഞ്ഞു കൊടുത്ത്. ഈ മകനും മകൻ്റെ ഭാര്യയും എപ്പോഴൊക്കെ യാത്ര പോകുമോ ആ യാത്ര പോകുമ്പോഴൊക്കെ ആ വീട്ടിൽ അന്നത്തെ പാത്രങ്ങളൊന്നും കഴുകൂല. ഉമ്മ കഴുകൂല, നാത്തൂൻ കഴുകൂല, മൂത്തച്ഛൊന്നും കഴുകൂല. ഓള് തെണ്ടാൻ പോയതല്ലേ, ഓള് വന്നിട്ട് കഴുകിക്കോട്ടെ എന്ന രീതിയിൽ അവിടെ ബാക്കി വെക്കും. എന്താ സാറേ സൊല്യൂഷൻ എന്ന് ചോദിച്ചു. ഞാൻ സിമ്പിളായിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ? ഭർത്താവിനോട് കൂട്ടിയിട്ട് പറഞ്ഞു, മോനെ സഹോദര, അങ്ങനെ ഉമ്മ പാത്രങ്ങളെല്ലാം കൂടെ കഴുകാതെ വെച്ചാൽ, അടുക്കള വൃത്തിയാക്കാതെ ഓള് വന്നിട്ട് കഴുകിക്കോട്ടെ എന്ന് പറഞ്ഞാൽ, നീയും നിന്റെ ഭാര്യയും ഒന്നിച്ച് അടുക്കളയിൽ കയറുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ വെക്കുക അടുക്കളയിൽ. ഹലാലായ പാട്ട് വെച്ചാൽ മതി. പാട്ടൊക്കെ വെച്ചിട്ട് എടി ആ പാത്രം കൊണ്ടെടുക്കുക, കുറച്ച് ഉറക്കെ പറയാം, ആ പാത്രം കൊണ്ടെടുക്കുക, എന്നാൽ ഈ ചെമ്പ് അങ്ങോട്ട് വെച്ചോ, പിന്നെ അങ്ങനെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി. അപ്പം എന്തായി, മോനും കൂടെ അടുക്കളയിൽ ഇറങ്ങിയെന്ന് അറിയുമ്പോൾ ഉമ്മാക്കൊരു വിഷമം ഉണ്ടാവും. അപ്പം ഉമ്മ എല്ലാം അടുക്കളയിൽ നിന്നിട്ട് പറയും, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇത് ശരിയാക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല ഉമ്മ, ഞങ്ങൾ ശരിയാക്കി കൊള്ളാന്നൊക്കെ പറയും ഉമ്മാക്ക്. എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന അവസ്ഥ വരും. ഇത് വിൽ നോട്ട് ബി റിപ്പീറ്റിംഗ് അഗൈൻ. ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ചില ഉമ്മമാർ അങ്ങനെ ഉണ്ട്. ചില ഉമ്മമാർ ഭയങ്കര ചൊല്ലലാ, ചൊല്ലി സ്വലാത്ത് ദിക്ർ അത് ഇത് ചൊല്ലി 5 പൈസയുടെ സ്വഭാവം ഉണ്ടാവില്ല. പിന്നെ എന്താ ഈ ചൊല്ലിയതൊക്കെ? ഞാൻ ചൂടാവല്ല, അങ്ങനെ വിചാരിക്കല്ലേ, ഞാൻ തിരിച്ചോണ്ടല്ല ചൂടാണ്. ചൊല്ലലിനൊരു കുറവില്ലാന്ന് ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട്. ഈ ഖുർആൻ കൽബിലേക്ക് കയറിയിട്ടില്ല. ഖുർആൻ കൽബിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ സ്വലാത്ത് കൽബിലേക്ക് ഒരു ചെറിയ രീതിയിൽ കയറി കഴിഞ്ഞാൽ ഒരാളും വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ റസൂലിന്റെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ദൂരെ നാട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് ഒരു സ്വഹാബി ഇടയ്ക്കിടെ വരും.
ഇടയ്ക്കിടെ വന്നിട്ട് അവിടെ നാട്ടിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും. ചില പഴങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, ആരെന്ത് കൊണ്ടുവന്ന് കൊടുത്താലും റസൂൽ അത് കഴിക്കും. എന്നിട്ട് കൂടെയുള്ള എല്ലാ സ്വഹാബികൾക്കും അത് ഉടനെ വീതിക്കും. ഒരു തവണ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സ്വഹാബി വന്നിട്ട് മുന്തിരി കൊടുത്തു. ഈ മുന്തിരി റസൂലുള്ളാഹി തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചു, ആർക്കും കൊടുത്തില്ല. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നത്? അതൊരു സ്നേഹത്തിലുള്ള ചോദ്യമാണ്. മനസ്സിലിങ്ങനെ ചോദിച്ചു, നമുക്കൊന്നും തന്നില്ലല്ലോ, സാധാരണ നമുക്കൊക്കെ മുന്തിരി കിട്ടാറുണ്ടല്ലോ, ഇന്നെന്താ നമുക്ക് തരാത്തത്? ആ കൊണ്ടുവന്ന സ്വഹാബി ആ സദസ്സിൽ നിന്ന് പോയതിന് ശേഷം അതിൻ്റെ മറുപടി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, സ്വഹാബത്തെ, ഈ മുന്തിരി സാധാരണ ഞാൻ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് തന്നിട്ട് കൂടെയാണ് കഴിക്കുക, പക്ഷേ ഇന്ന് ഞാൻ മുന്തിരി കഴിച്ചു നോക്കുമ്പോൾ അതിനൊരു വല്ലാത്ത പുളിയായിരുന്നു, മധുരമില്ല, നല്ല പുളി അതിന്. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ കൊണ്ടുവന്ന ആളുടെ മുമ്പിൽ വെച്ച് ഈ മുന്തിരി തന്നാൽ നിങ്ങൾ ഈ പുളി എന്ന് പറയും, അത് ഈ കൊണ്ടുവന്ന ആൾക്കൊരു ഇടങ്ങേറുണ്ടാക്കും. ഒരു ചിന്ത കൊണ്ട്, ഒരു ചെറിയൊരു എക്സ്പ്രഷൻ കൊണ്ട് പോലും ഒരാളെയും നോവിക്കാത്ത മഹാപ്രഭയുടെ പേരാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇടങ്ങാറാക്കാൻ പാടില്ല. ഒരിക്കലും ഒരു സ്വഹാബി, കുറേ സ്വഹാബികൾ റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് കൈ പിടിക്കുന്നുണ്ട്, മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, സ്നേഹം പങ്കിടുന്നുണ്ട്. ഒരു സ്വഹാബി മാത്രം റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, കൈ പിടിക്കുന്നില്ല. അപ്പോൾ റസൂൽ വിചാരിക്കുന്ന ലാസ്റ്റ് വരുമായിരിക്കും. എല്ലാ സ്വഹാബത്തും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് കൈയൊക്കെ പിടിച്ച് സ്നേഹത്തോടെ പോയി. പക്ഷെ ഈ സ്വഹാബി അവിടെ തന്നെ ഉണ്ട്, കൈ പിടിക്കുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാത്തത്? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? എന്താണെന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറയാ, റസൂലേ, ഞാനൊരു നാടൻ പണിക്കാരനാണ്, ഞാൻ നാടൻ പണിക്ക് പോകുന്ന ആളാ. അപ്പോൾ ആയുധങ്ങളൊക്കെ കൈ പിടിച്ച് എൻ്റെ കൈ പരുക്കനാ, എൻ്റെ കയ്യിൽ നല്ല തഴമ്പുണ്ട്. അപ്പം എൻ്റെ ഈ തഴമ്പുള്ള ഈ പരുക്കൻ കൈ അങ്ങയുടെ സോഫ്റ്റായ, ഏതൊരു പട്ടിനേക്കാളും സോഫ്റ്റായ, ആ സോഫ്റ്റായ അങ്ങയുടെ ആ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ പരുക്കൻ കൈകൾ തഴമ്പ് തട്ടിയിട്ട് വേദനയാകുമോ എന്ന് പേടിച്ചിട്ടാണ് തങ്ങളെ, അങ്ങയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അങ്ങയെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് സങ്കടമായിപ്പോയി. റസൂലുള്ളാഹി ആ സഹോദരനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, സ്വർഗത്തിലേക്ക് പോകുന്ന കരം കാണണമെങ്കിൽ കണ്ടോളൂ, ഈ കരം സ്വർഗത്തിൽ പോകും കേട്ടോ. അതായിരുന്നു റസൂല്. എന്നിട്ട് ആ റസൂലിൻ്റെ അനുയായിയാണെന്ന് പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തോന്നിയതുപോലെ ജീവിക്കാം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചുരുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് മാറണം. അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കണം, മരുമകൾ അമ്മായിമ്മാൻ്റെ പൊരുത്തം വാങ്ങണം, ഭർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ ഭാര്യ അറിയണം. ഈ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്താണെന്നറിയോ? പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾക്കുള്ളൊരു പ്രശ്നം വെറും സോഷ്യൽ മീഡിയ ലൈഫാണ്. അനങ്ങിയ സോഷ്യൽ മീഡിയ, എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഇത് എന്തിനാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാർ, അത് ആണുങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിലൊരു സങ്കടം ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ കുടുംബത്തിൽ യത്തീം കുട്ടികളായ മക്കളുണ്ടാകും. ചിലപ്പോൾ ആ യത്തീം കുട്ടികൾ അല്ലെങ്കിൽ മരിച്ചു പോയ ഒരാളുടെ ഭാര്യ, ആ ഭാര്യ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവും. നിങ്ങളവിടെ പിസ്സ ഹട്ടിൽ പോയിട്ട് പിസ്സ കഴിക്കുന്നത്, നിങ്ങൾ KFC പോയിട്ട് ബ്രോസ്റ്റ് കഴിക്കുന്നത്, ആ ഒരു സ്റ്റാറ്റസ് വെക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾക്കും ഇതുപോലെ ആനന്ദം കൊടുക്കാമായിരുന്നല്ലോ എന്ന് വിങ്ങിപ്പൊട്ടുന്ന സങ്കടപ്പെടുന്ന മക്കൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. അവിടെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുത്തുന്നത്? നമ്മൾ കഴിച്ചതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതാണോ? നല്ല ഹൈറായ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാം. എന്ത് സ്റ്റാറ്റസ് വെക്കണം എന്ന് പോലും അറിയാത്തൊരു സമൂഹം, എന്തൊരു കഷ്ടമാണത്. എല്ലാം സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല. പിന്നെ ചില പെണ്ണുങ്ങളുടെ പരിപാടി ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി ഞാൻ പറയാം സ്നേഹത്തോടെ, ദേഷ്യം പിടിക്കല്ലത്, സമയം അവസാനമായതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറയാം. ചില സ്ത്രീകളുടെ പരിപാടി എന്ന് വെച്ചെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുക. സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിയിട്ട് ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും വീഡിയോ ചെയ്യുന്ന അവിടെ പോയത് ഇവിടെ പോയത് ഇതെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഭർത്താവിനോട് പറയാം, നിങ്ങൾ എന്നെ ഏടി കൊണ്ടുപോക്കില്ല, ഓറലെല്ലാടി പോകുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏടി കൊണ്ടുപോക്കുന്നില്ല, നിങ്ങൾക്ക് എന്നോട് തേച്ചും കലമ്പിൽ എന്നെ. വടകര സ്റ്റൈല് പറഞ്ഞതാ. നിങ്ങൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഭർത്താക്കന്മാരുണ്ട്, സുഹൃത്തുക്കളുടെ കൂടെ എല്ലാ ആഴ്ചയും കറങ്ങാൻ പോകും, ഭാര്യനെ കൊണ്ട് കറങ്ങാൻ പോവില്ല. എന്താ ഭാര്യയ്ക്ക് കറങ്ങണ്ടേ? ഒരാൾ പറഞ്ഞു, സാറേ ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങാൻ പോകാറില്ല, ഭാര്യനെ കൂടെ കറങ്ങാൻ പോകാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സുഹൃത്തുക്കൾ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണെന്ന്. മോനെ, ആ ഭാര്യയായിട്ട് വൈബ് വേണ്ട, നിന്റെ കൂടെ ജീവിതം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ ഈ ഭാര്യ. ഈ ഭാര്യനെ പിന്നെ ആരെ കൊണ്ടുപോവാ? ഒരാളോട് ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു, അല്ല നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ വലിയ തിരക്കില്ലാത്ത ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുക, എന്നിട്ട് ഭാര്യയ്ക്ക് നമ്പർ കൊടുക്കുക, എൻ്റെ സുഹൃത്ത് റഫീഖിനെ വിളിച്ചാൽ മതി, റഫീഖ് വലിയ തിരക്കില്ലാത്ത, നിനക്ക് എപ്പോൾ എവിടെ കറങ്ങാൻ പോകണ്ടെങ്കിലും റഫീഖിൻ്റെ കൂടെ പോയിക്കോന്ന് പറയാം. പറ്റുമോ? ഇതിന് കറങ്ങാൻ പോകണ്ട. പിന്നെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വണ്ടി കണ്ടാൽ പാഞ്ഞ് കയറും. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാ സ്വഭാവം.
വണ്ടി ഓണായത് കണ്ടാൽ വയനാട്ടിൽ ക്ലാസ് എടുക്കാൻ പോകും, നമ്മൾ പല സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകില്ലേ, വയനാട് കണ്ണൂർ അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. ദൂരത്തേക്ക് അല്ലെങ്കിൽ നല്ല സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ അപ്പം പാഞ്ഞ് കയറും. ഞാൻ മെല്ലെ മിണ്ടാതെ വണ്ടിയിലെത്തിയിട്ട് അസ്സലാമു അലൈക്കും പോവാണെന്ന് പറയും, അല്ലെങ്കിൽ ഇത് പാഞ്ഞ് കയറും. അത് രസമല്ല, നമ്മളൊരു ഒന്നൊരു തമാശല്ല രസമല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് എടി പിന്നെ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ഉറങ്ങിയിട്ടുണ്ടാവും. ഭയങ്കര ഒരു ജീവികളാണ് ഈ പെണ്ണുങ്ങൾ മസാല. പക്ഷെ അവരുടെ ആ ഒരു പെണ്ണിൻ്റെ സഹനമാണ് ഒരാണിൻ്റെ വിജയം. അപ്പോൾ ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, നമുക്ക് കുട്ടികൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവസാനം പറഞ്ഞ പോയിന്റ് നന്നായി ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ കണ്ടിട്ട് അതൊക്കെ ഒറിജിനൽ ലൈഫാണ്. നിൻ്റെ സഹോദരിമാരെ ദയവായി ചിന്തിക്കരുത്. റിയൽ ലൈഫ് അല്ല അത് റിയൽ ലൈഫാണ്. റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് എന്നാ പറയാ. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. കപ്പിൾസ് വ്ളോഗ് ചെയ്യുന്ന 3-4 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കൺസൾട്ടിങ്ങിന്. അതായത് ഈ വീഡിയോൻ്റെ താഴെ കപ്പിൾസായിട്ട് ഇങ്ങനെ വീഡിയോയും കിട്ടില്ല, ഞങ്ങൾ എവിടെ പോയി, ഞങ്ങൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് കണ്ടിട്ട് കുറേ പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ, അവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ, കുറേ പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്ത് ഇങ്ങനെ ആയാലും മതിയായിരുന്നു ജീവിതം. ആ ആൾക്കാർ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ മൊത്തം അടിയാണ്. അപ്പോൾ നിങ്ങളല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, അത് വീഡിയോയിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എപ്പോൾ വീഡിയോ എടുത്താലും കച്ചറ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് വീഡിയോ കൂടുതൽ ഇറങ്ങുന്നത്. ആ പ്രോബ്ലം തീർക്കാൻ വേണ്ടി പുറത്ത് ഫുഡടിക്കാം, അപ്പോഴേ വ്ളോഗ് ആക്കുക. അത്രേ 4 ടീം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ സാക്ഷ്യത്തിൽ പറയാം, 4 ടീം. ആളെ പേരൊന്നും ഞാൻ പറയൂല. അള്ളാഹു താലയുടെ കുടുംബം ഒന്ന് ഹൈറാക്കി കൊടുക്കുമാറാവട്ടെ. അത് കണ്ടിട്ട് എന്നിട്ട് അതിന് താഴെ പെണ്ണുങ്ങൾ കമന്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു കുടുംബജീവിതം വേണ്ടത്. ആ കണക്കായി. ഇനി വേറൊന്നും പറഞ്ഞുതരാം. ഞാൻ ഭർത്താവ് ഭാര്യയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പലപ്പോഴും ഞാൻ ഇവിടെയും പറഞ്ഞില്ലേ, ചില വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമന്റ് അടിക്കും, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗ്യവതി. അതായത് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം എന്ന എൻ്റെ വീഡിയോ ഉണ്ടാവില്ലേ, അതിൻ്റെ താഴെ കുറേ പെണ്ണുങ്ങൾ കമന്റ് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയാണെന്ന്. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഞാനാ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ ഭാര്യൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക. അല്ല പുള്ളിക്കാരൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കണം. എന്താ അവസ്ഥ? അപ്പോൾ ഭാര്യ പറയാണ്, അതാ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ മൊത്തം പ്രശ്ന. ഉലായിക കൽ അൻആം ബൽ ഹും അളൽ. അതായത് അതിന് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് വരിക. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അവിടെയൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ലൈഫ് ഉണ്ടാക്കരുത്. ആരും സോഷ്യൽ മീഡിയ നോക്കിയില്ലേ, ദയവായി ലൈഫ് ഉണ്ടാക്കരുത്. അതൊക്കെ പണത്തിന് വേണ്ടി ഇങ്ങനെ ഓരോരുത്തർ സമയം സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥകളാണ്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വരിക. അത് ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാപ്പാക്കുള്ള പരിഗണന കൊടുക്കണം. പിന്നെ നല്ല ഒരു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്പത്ത് എത്രയാണോ അതിനനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് മക്കളെ വളർത്താനും കഴിയണം. അപ്പോഴാണ് നമ്മളൊരു നല്ല ഭർത്താവായി മാറുക. അമ്മ മരിച്ചതിന് ശേഷം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, സാറേ എൻ്റെ അമ്മങ്ങളെ എവിടെ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ, ഈ മുട്ടടിച്ച ആൾ എവിടെ കണ്ടിട്ട് നമ്മൾ മുമ്പിടുന്നു അല്ലേ. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാനോടുള്ള സങ്കടം പറയാം. ഉമ്മ മരിച്ചതിന് ശേഷം ബാപ്പ പോയതിന് ശേഷം ബാപ്പാനോടുള്ള സങ്കടം പറയാം. എന്ത് ഫലമുള്ളത് കൊണ്ട്. ഈ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് വലിയ സദസ്സായി, അല്ലെങ്കിൽ ഞാൻ ഒരു എക്സസൈസ് ഇപ്പോൾ ചെയ്യിച്ചേനെ. ഒരു 100 ആൾ ചെറിയ സദസ്സൊക്കെ ആണെങ്കിൽ ഞാൻ എക്സസൈസ് ഇപ്പോൾ ചെയ്യിക്കുമായിരുന്നു, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് വലിയ സദസ്സാണ്, കുറേ ആൾക്കാരുള്ള വലിയ കുടുംബ സദസ്സാണ്. അത് ഉമ്മാൻ്റെ മുഖം നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ ഉമ്മാൻ്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഉമ്മാനോട്, ഉമ്മ നിങ്ങളെ മോനായത് നിങ്ങളെ മോളായത് എൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഉമ്മ എന്ന് പറഞ്ഞു നോക്കി. ആ അമ്മക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ ഹോർമോണൽ ബാലൻസിങ് ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് നടക്കും. ബാപ്പാനോട്, ബാപ്പ പരുക്കനായിരിക്കും, ചിലപ്പോൾ പെരുമാറ്റത്തിലൊക്കെ പരുക്കനായിരിക്കും. അത് ദേഷ്യം ഉണ്ടായിട്ടല്ല. പാടത്തും പറമ്പിലും പണ്ടത്തെ ആൾക്കാർ ഗൾഫിലും ബൂഫിയയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പണിയെടുത്തിട്ട് അങ്ങനെ ആയതാണ്. ഈ മക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ബാപ്പ പരുക്കനാണ്, ഉമ്മാക്കാണ് സ്നേഹമുള്ളതെന്ന് പറയരുത്. അത് പെണ്ണുങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ എന്താണെന്നറിയോ, മക്കൾക്ക്, എൻ്റെ സഹോദരിമാരെ, മക്കൾക്ക് നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും നിങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ മക്കളോട് പറയണം, മോളെ അല്ലെങ്കിൽ മോനെ, ഉപ്പച്ചി അധ്വാനിച്ച പൈസ കൊണ്ടാട്ടോ ഉമ്മച്ചി വാങ്ങിച്ചു തരുന്നത് എന്നൊരു പ്രയോഗം അവിടെ നടത്തണം. ഈ ബാപ്പാരെ ആണുങ്ങളുടെ അധ്വാനത്തിന്റെ വില കുട്ടികൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എന്താ പറയാരോ, ബാപ്പക്കിന്റെ കൂടെ വരാൻ കൂടി ഒന്നും വാങ്ങിച്ച് തരിക പോലും ചെയ്യില്ല. ഈ ചങ്ങാതി ഇട്ട ഡ്രസ്സ് പോലും ബാപ്പാന്റെ പൈസ. മനസ്സിലാവേണ്ട പറയുന്നത്. അത് പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാ, അറിയാതെ. അപ്പൊ എന്ത് വാങ്ങിച്ചു കൊടുക്കണ്ടെങ്കിലും ഭർത്താവിന്റെ പൈസ ആണെങ്കിൽ പറയണം, മോനെ ഉപ്പച്ചി തന്ന പൈസ കൊണ്ട് ഉമ്മച്ചി വാങ്ങിച്ചു തരാട്ടോ. ഉപ്പച്ചിക്ക് ജോലിന്റെ തിരക്കായതുകൊണ്ട് ഉപ്പച്ചി രാവിലെ ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഗൾഫിലുള്ള ആളാണെങ്കിൽ, ബിസിനസ്സിന് പോകുന്ന ആളാണെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ
നമുക്ക് വേണ്ടി അരി വാങ്ങാൻ വേണ്ടി, വസ്ത്രം വാങ്ങാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി ഉപ്പച്ചി പുറത്തേക്ക് പോയതാടാ. ഉപ്പച്ചി പുറത്തു പോയി വരുമ്പോൾ എൻ്റെ കുട്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം. ഉപ്പച്ചി അധ്വാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. ഈ വീട് ഉപ്പച്ചി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇങ്ങനെ ബാപ്പാന്റെ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കണം. ഡോക്ടർ കലാം അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ അനുഭവം പറയുന്നുണ്ട്. ഡോക്ടർ കലാം പറയാം, ഒരു ദിവസം ഞാനും എൻ്റെ പിതാവും എൻ്റെ ഉമ്മയും വാപ്പയും ഉമ്മയും കൂടെ ഒരു രാത്രി ചപ്പാത്തി കഴിക്കുക. ആ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. എൻ്റെ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി കൊണ്ടുപോയി വെച്ചു. ആ ചപ്പാത്തിയിൽ ചില ചപ്പാത്തികൾ കരിഞ്ഞു പോയിരുന്നു. അപ്പൊ വാപ്പ എന്ത് ചെയ്തു എന്നറിയോ? ബാപ്പ കരിഞ്ഞ ചപ്പാത്തി വേഗം എടുത്തിട്ട് ബാപ്പാന്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഉമ്മാനോട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം. എന്നിട്ട് ആ നല്ല ചപ്പാത്തി ഉമ്മാക്കും എനിക്കും തന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോയി. എന്നിട്ട് കലാം പറയാ, ഞാൻ രാത്രി ബാപ്പാന്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ബാപ്പ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ? അപ്പൊ ബാപ്പ പറഞ്ഞു, അല്ലടാ, കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? എടാ, നിന്റെ ഉമ്മ രാവിലെ മുതലേ ഓരോ പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയെത്തുന്ന ജോലി കഴിച്ച് ക്ഷീണിച്ചതാടാ. ചപ്പാത്തി ആരും കരിഞ്ഞുണ്ടാക്കൂല. മധുരം മനഃപൂർവ്വം കുറയാത്തതുപോലെ, ഉപ്പ് മനഃപൂർവ്വം കൂടാത്തതുപോലെ. മനസ്സിലായില്ല? ഉദാഹരണം മനസ്സിലാവാം. അപ്പം മനഃപൂർവ്വം ചപ്പാത്തി ആരും കരിച്ചുണ്ടാക്കൂല, അറിയാതെ കരിഞ്ഞു പോയതാ. അതും കൂടെ പറഞ്ഞ് വിഷമിപ്പിച്ചാൽ ഉമ്മക്ക് വലിയ സങ്കടമാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതൊരു വലിയ പാഠമായിരുന്നു എന്ന് ഡോക്ടർ APJ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ആത്മകഥയിലുള്ള സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ ബാപ്പ ഉമ്മാനെ കുറിച്ച് എന്ത് പറയുകയാണെങ്കിലും മക്കളോട് ഹൗ ഗ്രേറ്റ് ഈസ് യുവർ മദർ എന്നാ പറയണ്ടേ. ഉമ്മ ബാപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ മക്കളോട് പറയേണ്ടത് എന്താ? ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ്. ഇങ്ങനെ ഒരു ബാപ്പാനെ കിട്ടിയത്, ബാപ്പാന്റെ നന്മ മാത്രം ആ മോൾക്ക് മനസ്സിലായി, ആ മോക്ക് മനസ്സിലായി. ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാഡ്. എത്ര ഗ്രേറ്റ് ആണ് അതിൻ്റെ ബാപ്പ. അപ്പൊ അവിടെ ഗുണങ്ങൾ മാത്രമേ പറയാവൂ, അതേപോലെ തിരിച്ചും ഗുണങ്ങൾ മാത്രമേ പറയാവൂ. ചില ഉമ്മമാരൊക്കെ ചെയ്യുന്നൊരു ബാപ്പ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ ഘടകകക്ഷികളെ ചേർക്കാൻ വേണ്ടിയുള്ള പരിപാടി. എന്താ പറയുന്നറിയോ? എടാ, ബാപ്പ ഉമ്മച്ചിനോട് എന്താ പറഞ്ഞെന്നറിയോ? ഒഴിവാക്കുന്നാ പറഞ്ഞ്. ഇനി ബാപ്പ വന്നാൽ മിണ്ടോ? ഇല്ല, മിണ്ടില്ല. ഇനി ബാപ്പ വന്ന് വെള്ളം ചോദിച്ചാൽ കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല. അങ്ങനെ ഓരോ കുട്ടിയെ ചേർത്ത് വെച്ച് അങ്ങനെ ബാപ്പ വൈകുന്നേരം അങ്ങനെ വരുന്നിട്ട് മോളെ ഇവിടെ കമ്മിറ്റിയിൽ പ്രശ്നമാണല്ലോ, അപ്പോൾ നേരിട്ട് പറയൂല. നേരിട്ട് പറയുന്നതിന് പകരം മോളെ ഒരു ഗ്ലാസ് വെള്ളം. മോള് പോകുമോ? മോള് പോകില്ല. എന്താ കാരണം? ഇവിടെ ഘടകകക്ഷികളൊക്കെ ചേർത്ത് മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് രസമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി, ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? കുട്ടികളൊക്കെ പുറത്ത്. പിന്നെ മാതാപിതാക്കൾക്ക് സൗന്ദര്യപ്പണക്ക് ഉണ്ടാവും, മനുഷ്യനായ ഉണ്ടാകും. അത് ഞാൻ എൻ്റെ ഭാര്യ തമ്മിൽ തർക്കം ഉണ്ടാകും. ഞാൻ എൻ്റെ ഭാര്യ തർക്കം ഉണ്ടാവാറുണ്ട്. ഞാൻ മനുഷ്യനാ. പക്ഷെ അടികുത്ത് ബഹളം തെറ്റിപ്പോ അതൊന്നും ഉണ്ടായിട്ടില്ല. തർക്കം ഉണ്ടാകും, അത് മനുഷ്യനായ ഉണ്ടാവുന്നതാ. അപ്പൊ അവിടെ ഒരു ബഹുമാനം ഉണ്ടാവണം. എന്ത്? ഓളെ ബാപ്പാനെ വിളിക്കരുത്, മനസ്സിലായില്ല? പിതാവിനെ അഭിസംബോധന ചെയ്യരുത്, തന്തക്ക് വിളിക്കരുത്. അവൾ ബാപ്പാനെ കൊണ്ടുവരണം. അയാൾ പാവല്ലേ. ഉമ്മാനെ കൊണ്ടുവരരുത്, ഉമ്മാന്റെ വളർത്തു ദോഷം എന്ന് പറയരുത്. അല്ല, നീ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ പെണ്ണിന് ഒരു ഭാര്യ മോശമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഇതും കൂടി കഴിഞ്ഞ് നിർത്തൂട്ടോ, സമയമായിട്ടുണ്ട്. ശരിക്കും ഒരു ഭർത്താവ് മോശമാണ്, ഭാര്യ മോശം ഒരാൾ പറയുകയാണെങ്കിൽ, ഇത് ആരുടെ ഭാര്യയിൽ നിന്നാണ് ഉണ്ടാക്കിയത്? പറ ആരുടെ? ബാപ്പാന്റെ ആണോ? ഭാര്യക്ക് മോശമുണ്ടത് നിങ്ങളെ ഭാര്യയല്ല. ബാപ്പാരും ഉമ്മാനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാര്യയിൽ നിന്ന് അങ്ങനെയല്ലേ നമ്മളെ വിശ്വാസം, ഇസ്ലാമിക വിശ്വാസം അതല്ലേ. അപ്പോൾ ഭാര്യ മോശം ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മളെ ഭാര്യയിൽ നിന്നോ കംപ്ലൈൻറ്റ് ഉണ്ട്, അതായത് ബേസിക്കലി പ്രശ്നം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഭർത്തദോഷം എന്ന് പറയണ്ട. അത് തൽക്കാലം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വരെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല ഒരു ജബ്ബാറാജിന്റെ വീട്ടിൽ കൊണ്ടാക്കി, അത്ര പറയാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയത് നമ്മുടെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ തന്നെത്താൻ കുറ്റം പറയേണ്ടി വരും. അപ്പോൾ ഏതായാലും ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കുടുംബസംഘം, അൽഹംദുലില്ലാ. കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അധ്വാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും വലിയ ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത്. കുറേ ആളുകളുണ്ട്, അൽഹംദുലില്ലാ. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ളതാണ്. കുടുംബബന്ധം ചേർക്കാത്ത ആളുകൾ നാളെ സിറാത്ത് പാലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ ചില ഹുക്കുകൾ ഉണ്ടാവും. ആ ഹുക്കുകൾ അവരെ താഴേക്ക് വലിച്ചിടുന്നതാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും ആളുകൾ ഈ കുടുംബത്തിൽ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവായി മരിച്ചു പോകണം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ അവരോട് അങ്ങോട്ട് പോയിട്ട്, അമ്മായിയെ പൊരുത്തപ്പെടണം, ഇത്രയും കാലം മിണ്ടാതിരുന്ന് പൊരുത്തപ്പെട്ടിരണം, മൂത്തമ്മ ഇണ്ടി പൊരുത്തപ്പെട്ടിരണം എന്ന് അങ്ങോട്ട് പറയാം. മൂത്തമ്മാൻ്റെ തെറ്റല്ലേ അവിടെ പറയരുത്. മൂത്തമ്മാൻ്റെ അടുത്ത് തെറ്റുണ്ടാവാം, അമ്മായിൻ്റെ അടുത്ത് തെറ്റുണ്ടാവാം, വല്യപ്പാൻ്റെ അടുത്ത് തെറ്റുണ്ടാവാം, ഒക്കെ എന്തോ ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒറ്റ അഡ്രസ്സേ നമുക്കുള്ളൂ, അബ്ദുള്ള, അള്ളാന്റെ അടിമ. അതിനപ്പുറത്തൊരു അഡ്രസ്സ് നമുക്കില്ല. നിങ്ങൾ എഞ്ചിനീയർ, എന്ത് എഞ്ചിനീയർ?
എന്ത് ഡോക്ടർ, എന്ത് സൈക്കോളജിസ്റ്റ്, എന്ത് കോട്ട്, ഇതൊരു കാര്യം ഒരു ഫലമില്ല. ഇതൊക്കെ താൽക്കാലികമായിട്ട് ഒരു ഇതിന് വേണ്ടി ഇങ്ങനെ പറയുന്നതിനപ്പുറം അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ച ആളാണ് ഞാൻ. എൻ്റെ ബാപ്പ എൻ്റെ ഓർമ്മ പോലും വരുന്നതിന് മുമ്പ് എൻ്റെ 1 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം അനാഥത്വത്തിൻ്റെ ഒരു വില എനിക്കറിയാം. ഉമ്മ മരിച്ചിട്ടുണ്ട്, കല്യാണത്തിൻ്റെ മുമ്പേ എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഉമ്മ ഇല്ലാത്തൊരു വീടിൻ്റെ അവസ്ഥയും എനിക്കറിയാം. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫീലിംഗ് ആയി പോകുന്നത്. കാരണം എനിക്കത് അറിയുന്ന ആളാണ്. ഇപ്പോൾ ഒരാൾ എന്നോട് വരണം, മോനെ എടാ ഞാൻ എൻ്റെ ബാപ്പാൻ്റെ കൂടെ പോകാൻ പിന്നെ വിളിക്കാം. ഈ ബാപ്പാൻ്റെ കൂടെ പോകുമ്പോൾ എന്തായിരിക്കും പറയല്ലേ, ബാപ്പാൻ്റെ കൂടെ എങ്ങനെ, എനിക്കത് അറിയില്ല. കാരണം ബാപ്പാനെ ഞാൻ അനുവദിച്ചിട്ടില്ല. ബാപ്പല്ലെങ്കിൽ വലിയ പേദലുണ്ടല്ലോ, ബാപ്പ തന്നെ എൻ്റെ 1 വയസ്സിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഉള്ള ബാപ്പാൻ എന്ത് ചെയ്യണം, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല കെട്ടിപ്പിടിക്കേണ്ടി. ആ ബാപ്പാൻ്റെ കൈ ഒന്ന് പിടിച്ചു നോക്കുക. ആ ബാപ്പാൻ്റെ കൈ പരുക്കനായത് അന്ന് അധ്വാനിച്ചിട്ടാ മക്കളെ. ബാപ്പാക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്നത് ഗൾഫിൽ നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടാ. ആ ബാപ്പ എന്നിട്ട് ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പൈസ ഇല്ലാതെ ആകുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അവരൊരു സെറ്റായിട്ട് ബാപ്പാനെങ്ങനെ ഇടങ്ങാറാക്കുക. അള്ള വെറുതെ വിടൂല. ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഭർത്താവ് നല്ല പൈസ ഉണ്ടായ സമയത്ത് നല്ല സ്നേഹത്തോടെ നോക്കും. പൈസ എല്ലാം കഴിഞ്ഞ് ഇയാൾ രോഗിയായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പൈസ ഉണ്ടാവില്ല. അതുവരെ സ്വന്തം പൈസ ഒക്കെ കൈകാര്യം ചെയ്തത് ഈ പെണ്ണായിരുന്നു. ഈ പെണ്ണിന് പിന്നെ സ്വസ്ഥമായ പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഭർത്താവിനെ ഇടങ്ങാറാക്കുന്നിട്ട് മക്കളും കൂടെ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ആ സാധു മനുഷ്യൻ. ഞാൻ ഒരൊറ്റ അനുഭവം പറഞ്ഞു നിർത്താം. ഒരിക്കൽ ഞാൻ ജിദ്ദയിൽ പോയ, ഞാൻ ഗൾഫിലൊക്കെ ധാരാളം പോകാറുണ്ട്. ഒരിക്കൽ ജിദ്ദയിൽ പോയ സമയത്ത് ഞാനും കൂടെ അവിടെ ഉള്ള ഒരു സമയത്ത് 28 വർഷം, നീണ്ട 28 വർഷക്കാലം അവിടെ ജോലി ചെയ്ത ഒരാളെ, അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റുള്ള പൈസക്ക് അവിടെ ചില പൊതുപ്രവർത്തകരായ ആളുകൾ ചേർന്ന് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് നാട്ടിലേക്ക് എക്സിറ്റ് അടിച്ച് പറഞ്ഞയച്ച്. ഇനി ശിഷ്ടജീവിതം 58 or 60 വയസ്സ് പ്രായമുള്ള ആൾക്ക് അങ്ങനെ ശിഷ്ടജീവിതം നാട്ടിൽ സ്വസ്ഥമായി കഴിയാൻ വേണ്ടി പറഞ്ഞയച്ചു. ഞാൻ രണ്ടാമത് 8 മാസം കഴിഞ്ഞിട്ട് സൗദിയിൽ ജിദ്ദയിൽ ചെന്നപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും അവിടെ. എന്താ സംഭവം എന്നറിയോ? എന്നിട്ട് ഈ മനുഷ്യൻ ഒരു 61 വയസ്സ് പ്രായമുണ്ട്. ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറയാം, സാറേ എനിക്ക് നാട്ടിലേക്ക് പോകണ്ട, എനിക്ക് ഇനി ഇവിടുന്ന് മരിച്ചാൽ മതി. എന്താ കാരണം? ഭാര്യയും കുട്ടികളും ഇയാൾ ഇടങ്ങേറാക്കി എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ സ്വീകരിക്കുന്നില്ല. തിരിച്ചു പോവെങ്കിൽ നല്ല സൽക്കാരം, പെങ്ങളോടെ സൽക്കാരം, ഏട്ടൻ്റെ സൽക്കാരം, മൂത്താപ്പാക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം. തിരിച്ച് ഗൾഫിക്ക് പോകുമെങ്കിൽ കാരണം എന്താ, പോയാൽ അത്തറിൻ്റെ കുപ്പി കൊണ്ടുവരും, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും ഡ്രസ്സായിട്ടും ഫുഡായിട്ടും കിട്ടും. ഇയാൾ എക്സിറ്റ് അടിച്ച് വന്നാൽ ഇയാളെ കൊണ്ടുള്ള ദുര്യാവിലെ ഉപയോഗം കഴിഞ്ഞു. എന്നിട്ട് ഈ വാപ്പ, പാവപ്പെട്ട 61 വയസ്സ് പ്രായമുള്ള വാപ്പ പറയാ, എനിക്ക് ഇനി നാട്ടിലേക്ക് പോകണ്ട, അവർക്ക് വേണ്ട, എൻ്റെ പൈസ അവർക്ക് മതിയായിരുന്നു, അത് ഞാൻ മരിക്കുന്നവരെ അയച്ചു കൊടുത്തോളാം, എൻ്റെ കുട്ടികളും ഭാര്യ ആയി പോയില്ലേ, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അള്ളാഹു കാത്തിരശുകുമാറാവട്ടെ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാ, ഉമ്മാന്റെ കണ്ണുനീര് നിങ്ങളുടെ വിഷയത്തിൽ വീണിട്ടുണ്ടെങ്കിൽ റബ്ബ് നിങ്ങളെ സ്വീകരിക്കൂല. ബാപ്പാന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ റബ്ബ് സ്വീകരില്ല. പൊരുത്തപ്പിടിച്ചോ. മരിച്ചു പോയ ബാപ്പ, ഉമ്മ, അമ്മായിമ്മ അങ്ങനെ തന്നെയാണ്. അമ്മായിമാരെ ഭർത്താവിനോട് സ്നേഹമുള്ള എല്ലാ പെണ്ണും അമ്മായിമാരെ സ്നേഹിച്ചേ പറ്റുള്ളൂ. കാരണം ആ ഭർത്താവിൻ്റെ ഉമ്മ അതാ. അവിടെ അവരുടെ കണ്ണുനീരിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പിടിക്കണം. മരിച്ചു പോയിട്ട് ഖബറിൻ്റെ അടുത്ത് പോയിട്ടല്ല പൊരുത്തപ്പിടിക്കല്. ജീവിച്ചിരിക്കുമ്പോൾ ഇനി മരിച്ചു പോയവരുണ്ടോ, നിങ്ങൾ അവരോട് അള്ളാഹിനോട് പടച്ചോനെ അവർ മരിച്ചുപോയി, പൊരുത്തപ്പെടണേ പടച്ചോനെ, അവരുടെ പൊരുത്തം തരണേ പടച്ചോനെ, അള്ളാഹിനോട് ദ്വാരക്ക്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവരോടും പറഞ്ഞു നോക്ക്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഉമ്മ, ബാപ്പ, ഗുരുനാഥന്മാർ, ആ പെണ്ണുങ്ങളാവുമ്പോൾ ഭർത്താവുമ്പോൾ ഭാര്യനെ ഇടങ്ങാറാക്കിയാലും സ്വർഗം കിട്ടൂല. എപ്പോഴും പറയുന്ന ഹദീസ്, പെണ്ണുങ്ങളുടെ ഭർത്താവിൻ്റെ പൊരുത്തല്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് സുജൂദ് അനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെണ്ണിനെ ഇടങ്ങാറാക്കിയാൽ കഫാ ബിൽ മർഇ ഇസ്മാ അൻ യുളയ്യ മൻ യഖൂത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ ഹദീസ് സാധാരണ പറയാറില്ല. എന്താ പറയുന്നറിയോ? ഒരാണ് പെണ്ണിനെ ഇടങ്ങാറാക്കിയാൽ അയാൾ മഹ്ശറയിൽ വൻ ദോഷം ചെയ്ത പാപിയായിരിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നുമല്ല, എൻ്റെ ഭർത്താവ്, പെണ്ണ് ചിന്തിക്കുക, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഖിദ്മത്തെടുത്താൽ ഞാൻ സ്വർഗത്ത് പോകും. ആണ് ചിന്തിക്കുക, എൻ്റെ ഭാര്യനെ ഞാൻ നോക്കണം, എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളാവള്, എൻ്റെ മക്കൾ, ആ മക്കൾ എൻ്റെ രക്തത്തിലുണ്ടായവരാ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ. ഇപ്പം എഴുന്നേക്കാനും നടക്കാനൊക്കെ പ്രയാസമുണ്ട്, എന്നാലും ആ വാപ്പാനെ ഒന്ന് കൈ പിടിച്ച് കൂട്ടായി കടപ്പുറത്തേക്കൊന്ന് കൊണ്ടുപോവുക, ഒന്ന് കാറ്റൊക്കെ വണ്ടിയിലൊരു കസേരയൊക്കെ വെച്ചിട്ട് കസേര ഇരുത്തിയിട്ട് കടൽ തീരത്തൊന്ന് ഇരുത്തുക, ബാപ്പാക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. ബാപ്പ നിങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കി. പ്രായമുള്ള ഉമ്മ ഉണ്ടെങ്കിൽ, വല്യമ്മ ഉണ്ടെങ്കിൽ അതിനകത്ത് കൈ പിടിച്ചിട്ട് ഉമ്മറത്തൊന്ന് കൊണ്ടുപോയി വെച്ച്, ഉമ്മ നിങ്ങൾ ഈ വീടിൻ്റെ ഉമ്മറത്തൊന്ന് ഇരുന്നാൽ തന്നെ വീടിന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. ആ രീതിയിൽ അവർക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ്, യു ആർ നീഡഡ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു നോക്കൂ. അവരുടെ ആരോഗ്യം ഇങ്ങനെ മെച്ചപ്പെടുന്നത് കാണാം. ആ രീതിയിൽ വളർത്തി വന്ന് ഇൻഷാ അല്ലാഹ് മക്കളുടെ സമയമൊക്കെ ചെലവഴിച്ച്, മക്കൾ മൊബൈലിൽ ഗെയിമുകൾ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് സാംസ്കാരികമായി അധാർമികമായി ഒക്കെ മാറുന്നുണ്ട്. ഈ ചെറിയ പെൺകുട്ടികൾ ചെറിയ പ്രായം മുതൽ ഇൻസ്റ്റാഗ്രാമിലെത്തി പ്രണയത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ കുടുംബത്തിലൊന്നും കല്യാണം കഴിയുന്നത് വരെ പെൺകുട്ടിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അതിന് പഴഞ്ചെന്ന് വിളിക്കാണ്ട് വിളിച്ചോട്ടെ, കാരണം നമുക്ക് ദീനാ വലുത്.
കാരണം എൻ്റെ അടുത്ത് വരുന്ന പ്രണയ കേസുകൾ 95% ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടികൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയത് പലതും നഷ്ടപ്പെട്ടതാണ്. ഇന്നത്തെ വാപ്പാര് ഇത് അറിയുന്നത് തന്നെ കല്യാണത്തിന് കേസുകൾ ഇങ്ങനെ വന്ന് ഒറ്റ ആളെയും പെൺകുട്ടി വേണ്ട പറ്റില്ല എന്ന് പറയും. അവസാനം പറയും എനിക്കൊരാളുണ്ട് എന്ന് പറയും. അപ്പോഴാണ് അറിയുന്നത്. അപ്പം കണ്ണടച്ച് കുട്ടികളെ വിശ്വസിക്കരുത്. 4 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്ന വ്യാജേന എഴുന്നേറ്റിട്ട് കാമുകനുമായിട്ട് സംസാരിച്ച ഒരു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെടരുത്. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് അവസാനം പാപ്പ അമ്മ നമ്മൾക്ക് മരിച്ചു പോകില്ലേ. ഞാൻ മിനിയാന്ന് എൻ്റെ ഭാര്യൻ്റെ കൂടെ, എൻ്റെ ഭാര്യ 4ാമത്തത് പ്രഗ്നൻ്റ് 9 മാസമായിപ്പോൾ, ഞാൻ എൻ്റെ ഭാര്യൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണം. ഒരു വിഷയം ചർച്ച ചെയ്തിങ്ങനെ വിഷയത്തിലെത്തി. ലാസ്റ്റ് എൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മളൊക്കെ മരിച്ചു പോയില്ലല്ലേ, എന്തായാലും ഒരിക്കൽ എന്നറിയില്ല, ഒരിക്കൽ നമ്മളൊക്കെ മരിച്ചു പോയില്ലേ. എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കാളും മുമ്പ് മരിച്ചു പോകണം, അപ്പം നിങ്ങളെ ദുആ എനിക്കുണ്ടാവുമല്ലോ, ഞാൻ ഖബറിൽ ആദ്യം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ദുആ എനിക്കുണ്ടാവുമല്ലോ എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ടായം പറഞ്ഞു, എൻ്റെ മുമ്പ് ഞാൻ മരിച്ചു പോകും. കാരണം നിൻ്റെ ദുആ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് നിൻ്റെ മുമ്പ് എന്തായാലും ഞാൻ മരിച്ചു പോകും. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാൻ്റെ പൊരുത്തത്തിലായിട്ട് നൽകട്ടെ. ഇത് കുറേ വെറുതെ കിട്ടിയിട്ടും കാര്യമില്ല. ഞാൻ പറയാം, ഇതൊരു യാഥാർത്ഥ്യമാണ് മക്കളെ. മരിച്ചു പോയിട്ട് അതിൻ്റെ ആ ഘട്ടത്തിൽ മാത്രം ചിന്തിക്കരുത്, അതിനൊക്കെ തയ്യാറായി കാത്തിരിക്കണം. അള്ളാൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ സന്തോഷങ്ങളെയും നല്ല കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനുള്ള ആ പങ്കെടുത്തതിലുള്ള സന്തോഷങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഷഹാദ ചൊല്ലി 100 കണ്ടുകൊണ്ട് റാഹത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.